നമസ്കാരം. ബീഹാർ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകിയും കേരളത്തെ അവഗണിച്ചും മൂന്നാം മോദി സർക്കാരിന്റെ പ്രഥമ ബജറ്റ്. കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന എയിംസ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ബജറ്റ് പ്രസംഗത്തിൽ എവിടെയും കേരളം പരാമർശിക്കപ്പെട്ടു പോലുമില്ല. ബീഹാറിലും ആന്ധ്രയിലും വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടതോടെ സർക്കാരിന്റെ നിലനിൽപ്പിന് അനിവാര്യരായ JDU-വും TDP-യും ഹാപ്പിയാണ്. പ്രധാനമന്ത്രിയുടെ കസേര സംരക്ഷിക്കാനുള്ള ബജറ്റെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. മറ്റുള്ളവർക്ക് വകയിരുത്തലും കേരളത്തോട് വകവരുത്തലും എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതികരണം. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കസേര കാക്കൽ ബജറ്റോ? കേരളത്തിന് കുമ്പിളിൽ പോലുമില്ലേ? നിതീഷ് നായിഡു സോപ്പിടൽ ബജറ്റോ? എയിംസ് എന്നു വരും? ഈ ചർച്ചയിൽ ശ്രീ A. റഹീം CPM MP, ശ്രീ സന്ദീപ് വാര്യർ BJP നേതാവ്, ശ്രീ അബിൻ വർക്കി കോൺഗ്രസ് നേതാവ്, ഡോക്ടർ അജിത് കുമാർ സാമ്പത്തിക വിദഗ്ധൻ എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, കേരളവും ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള ഒരിടമാണല്ലോ. എന്തുകൊണ്ടാണ് ഒരു പാർലമെന്റ് അംഗത്തെ BJP-ക്ക് സമ്മാനിച്ചിട്ടും കേരളത്തോട് ഈ ട്രീറ്റ്മെന്റ്? നോക്കൂ, ഈ ബജറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു റോഡ് മാപ്പിൻ്റെ പ്രഖ്യാപനമാണ്. കേന്ദ്ര സർക്കാർ എപ്രകാരമാണ് അടുത്ത ഒരു വർഷക്കാലം രാജ്യത്തിൻ്റെ വികസനം സംബന്ധിച്ചിട്ടുള്ള നയപരിപാടികൾ നടപ്പാക്കുന്നത്, ഏതൊക്കെ സെക്ടറുകളിലേക്ക് എത്രയൊക്കെയാണ് നീക്കിവെക്കുന്നത് സംബന്ധിച്ച റോഡ് മാപ്പിൻ്റെ പ്രഖ്യാപനമാണ് ബജറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ ബജറ്റ് എടുത്ത് പരിശോധിച്ചോ, കഴിഞ്ഞ 10 വർഷത്തെ ബജറ്റ് നിങ്ങളെടുത്ത് പരിശോധിച്ചു. ഈ 10 വർഷവും കേരളത്തെ അവഗണിച്ചു എന്ന മുറവിളി ഉണ്ടായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, 65,000 കോടി രൂപ ദേശീയപാത 66 വികസനത്തിന് വേണ്ടി കേരളത്തിന് തരുമ്പോൾ ഞങ്ങൾക്ക് ഒരു MP പോലും ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ നിന്ന്. പക്ഷെ 65,000 കോടി രൂപ കേരളത്തിന് കൊടുത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടല്ല. 2 വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ചതല്ല. അപ്പൊ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ ബജറ്റിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്ന രീതി അങ്ങനെയല്ല. ആന്ധ്രാപ്രദേശിന്റെയും ബീഹാറിന്റെയും വലിയ പരിഗണന കൊണ്ടാണ് ഇത്തവണ ഓരോ സംസ്ഥാനത്തെ സംബന്ധിച്ചും സവിശേഷമായ ചർച്ച വരുന്നത്. ആന്ധ്ര സ്പെസിഫിക് ആയ, ബീഹാർ സ്പെസിഫിക് ആയ പദ്ധതികൾ ഞാൻ വേണമെങ്കിൽ എണ്ണി വായിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ തവണത്തെയോ അതിന് മുൻപത്തെയോ തവണത്തെ സമീപനമല്ലല്ലോ. അപ്പോൾ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിന്റെ പേര് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായും സവിശേഷമായി ശ്രദ്ധിക്കപ്പെടും. അല്ല, BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഗുജറാത്ത് അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആ സംസ്ഥാനങ്ങളുടെയൊക്കെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല. ഈ ബജറ്റിന്റെ പ്രഖ്യാപനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബജറ്റിൽ ഒരു റോഡ് മാപ്പാണ്. ആ ബജറ്റ് അനുസരിച്ച് യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾക്ക് വേണ്ടി, അതുപോലെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, അങ്ങനെ വിവിധ മേഖലകൾക്കായി വലിയ തോതിലുള്ള നീക്കിയിരിപ്പ് നടത്തിയിട്ടുണ്ട്, പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആനുപാതികമായിട്ടുള്ള ഗുണഫലം ലഭിക്കാൻ പോകുന്നത് കേരളത്തിനും കൂടിയാണ്. ഞാൻ അത് പറയുമ്പോഴും താങ്കൾ സൂചിപ്പിച്ച 2 സംസ്ഥാനങ്ങളുടെ കാര്യം പറയാതെ വയ്യ. കാരണം ആന്ധ്ര ഒരു പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനം രൂപീകരിച്ചത് UP-യെ ഭരിക്കുമ്പോഴാണ്. UP-യെ ഭരിക്കുമ്പോൾ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്തിന് സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു തലസ്ഥാനം ആവശ്യമുണ്ടായിരുന്നു. ആ തലസ്ഥാനം സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ നയപരമായിട്ടുള്ള ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു. അവർക്ക് എന്തായാലും തലസ്ഥാനം വേണം. ആ തലസ്ഥാനം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അന്ന് പുതിയ സംസ്ഥാനം രൂപീകരിച്ച UP-എ സർക്കാരിനുണ്ടായിരുന്നു. അന്ന് പല കാര്യങ്ങളിലും അവർ വീഴ്ച വരുത്തി. അപ്പോൾ പുതുതായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മോശമായിരിക്കും. അവരുടെ തലസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അതിന് സഹായിക്കുക എന്നുള്ള ബാധ്യതയുണ്ട്. അത് ഈ രാജ്യത്തിന് ആന്ധ്ര എന്ന് പറയുന്ന പുതിയ സംസ്ഥാനത്തോടുള്ള ബാധ്യതയാണ്. ആന്ധ്രാപ്രദേശ് 2024 രൂപം കൊണ്ട സംസ്ഥാനമാണ്. 2014 ആന്ധ്രാപ്രദേശ് രൂപം കൊള്ളുന്നത്. 2014 മെയ് മാസം മുതൽ നിങ്ങളാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ നിയമം 2014 അതിനുശേഷം 10 കൊല്ലം ഇതേ നരേന്ദ്രമോദി തന്നെ ഭരിച്ചു. അതിൽ ആദ്യത്തെ ടൈമിൽ ഈ ചന്ദ്രബാബു നായിഡു ഭൂരിഭാഗം സമയവും NDA-യുടെ അലയായിരുന്നു. അദ്ദേഹം ഇതേ ആവശ്യം, അതായത് അമരാവതിക്കടക്കമുള്ള സഹായം അടക്കമുള്ള ആവശ്യങ്ങൾ പലതവണ ഉന്നയിച്ച് മനമെടുത്ത് NDA വിട്ട ആളാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷവും ചന്ദ്രബാബു നായിഡുവിന് ഒരു തലസ്ഥാനം വേണമല്ലോ, അല്ലെങ്കിൽ അമരാവതി ക്യാപിറ്റൽ സിറ്റിയായി ഡെവലപ്പ് ചെയ്യണമല്ലോ, അതല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് തോന്നാതെ ഇപ്പോൾ ഈ 2024 ജൂലൈ മാസം ആകുമ്പോൾ അത് തോന്നുന്നത് വളരെ വളരെ കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് സ്വാഭാവികമല്ലാതാവുന്നതും. അല്ല, അതിലൊട്ടും കൗതുകം തോന്നേണ്ടതില്ല. അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചിരുന്നെങ്കിൽ കൗതുകം തോന്നില്ലായിരുന്നു. കൗതുകം തോന്നുന്നത് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാത്തത് കൊണ്ടാണ്. 2014 ആന്ധ്രാപ്രദേശ് രൂപം കൊള്ളുന്ന സമയത്ത് ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കുമായി സംയുക്ത സംസ്ഥാനം 5 വർഷക്കാലത്തേക്ക് ഹൈദരാബാദ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് തന്നെ അമരാവതി എന്ന് പറയുന്ന പുതിയ തലസ്ഥാന നഗരത്തിന് വേണ്ടി ചന്ദ്രബാബു നായിഡു സർക്കാരിന് വേണ്ടിയിട്ട് അന്ന് തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകി.
പിന്നീട് ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ചന്ദ്രബാബു അധികാരത്തിന് പോയ സമയത്ത് പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ള അവിടുത്തെ സർക്കാർ, ജഗൻമോഹന്റെ സർക്കാർ, ഈ ചന്ദ്രബാബു ഏറ്റെടുത്ത സ്ഥലത്തോട് അവിടെ പ്രശ്നങ്ങളുണ്ടായി, രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി, ചന്ദ്രബാബു നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു കളയുന്ന സമീപനം ഉണ്ടായി. അമരാവതി ഒരു ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ഒരു പ്രേത നഗരമായി മാറുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ വീണ്ടും ആന്ധ്രയിലെ രാഷ്ട്രീയം തിരിഞ്ഞു മറയുകയും അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെ കീഴിൽ വീണ്ടും സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ അമരാവതി എന്ന് പറയുന്ന തലസ്ഥാനം അവർക്ക് സ്വാഭാവികമായിട്ട് വേണ്ടതാണ്. അവർക്കിപ്പോൾ തലസ്ഥാനമില്ല. ആ തലസ്ഥാനം നിർമ്മിക്കാനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ അവിടെ ചെയ്തിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ മോദി സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. രണ്ട്, ബീഹാറിന്റെ കാര്യം. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ബീഹാർ ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടത്തിൽ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. നേരത്തെ നളന്ദ സർവകലാശാലയുടെ കാര്യം പറഞ്ഞതുപോലെ ബീഹാറിൽ ഒട്ടേറെ സാംസ്കാരിക പരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടേക്കുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ബീഹാറിന്റെ പിന്നോക്കാവസ്ഥയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കേരളത്തിലെ പിന്നോക്ക ജില്ലകൾക്ക് വേണ്ടി എന്തെങ്കിലും അവതരിപ്പിക്കുന്ന സമയത്ത് എറണാകുളവും തിരുവനന്തപുരവും ചാടി വീണ് ഞങ്ങൾക്ക് തന്നില്ല, ഞങ്ങളുടെ പേര് പറഞ്ഞില്ല, അല്ലെങ്കിൽ കാസർഗോഡിനും വയനാടിനും കൂടുതൽ കൊടുത്തു എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമുണ്ടോ? ബീഹാർ ഒരു ബീമാരു സ്റ്റേറ്റ് എന്ന് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നേരത്തെ വിളിക്കപ്പെട്ടിരുന്ന സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ പരിഗണന ആവശ്യമുണ്ട്. ബീഹാറിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ശരി, ഓക്കെ, അതാണ് BJPയുടെ വിശദീകരണം. റഹീം, എന്തുകൊണ്ടാണ് കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് വിലപിക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങൾക്ക് വകയിരുത്തലും കേരളത്തിന് വക വരുത്തലും എന്നാണല്ലോ സംസ്ഥാന സർക്കാർ പറയുന്നത്. അപ്പോൾ ഗുജറാത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള സംസ്ഥാനങ്ങളും ഇതുപോലെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് BJPയുടെ വാദം. അല്ല, തീർച്ചയായിട്ടും ശരിയാണ്. കേരളത്തിന് വകയിരുത്തൽ ഇല്ല, കേരളത്തിനെ വകവരുത്തുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്ന് BJPക്കാരും ജയിക്കാത്തത് കൊണ്ടാണ്, താമര വിരിക്കാൻ നിങ്ങൾ അഹങ്കാരികൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ വിരിയിച്ചു കൊടുത്താൽ എന്താകുമെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ. ഉള്ളതുകൂടി ഇല്ലാതാകുന്ന സാഹചര്യമാണ്. ഇത് കേരളത്തോടും കേരളീയരോടുമുള്ള ഒരു പ്രത്യേക മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനമാണത്. ഇവിടെ ഇപ്പോൾ ബീഹാറിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും കാര്യത്തിൽ വലിയ തോതിലാണ് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ YSRCPയുടെ അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ തോന്നാതിരുന്നത്? ഞാൻ അഭിലാഷ് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഉത്തരം മുട്ടി നിൽക്കുകയാണ്. റാഷണലായ യുക്തിസഹമായ ഒരു ഉത്തരം പറയാൻ BJPയുടെ പ്രതിനിധിക്ക് കഴിയുന്നില്ല. എന്താണ് നിങ്ങൾ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? നരേന്ദ്രമോദിക്ക് സ്വന്തം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റാണ്. ഇതിൽ നിന്നൊരു രാഷ്ട്രീയ വായന നമുക്ക് നടത്തേണ്ടതുണ്ട്. എത്രമാത്രം നരേന്ദ്രമോദി ദുർബലനായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. നരേന്ദ്രമോദി അങ്ങേയറ്റം ദുർബലനായിരിക്കുന്നു. 2014 നമ്മുടെ ഇദ്ദേഹത്തിന് ചന്ദ്രബാബു നായിഡുവിനെ വിലപേശിയിട്ട് വഴങ്ങാതിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ വിലപേശൽ ഒന്നും വേണ്ട, ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചാൽ ആ ഭയപ്പാടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് ബീഹാറിനും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിനും വേണ്ടി ഒരു ബഡ്ജറ്റ് ഇന്ത്യൻ പാർലമെൻറ്റ് കൊണ്ടുവന്ന് അവതരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഒന്ന് തൊഴിലില്ലായ്മയാണ്. ഈ എക്കണോമിക് സർവേ തന്നെ പറയുന്നത് രാജ്യത്ത് വരുന്ന വർഷങ്ങളിൽ 2030 78.5 ലക്ഷം ഒഴിവുകൾ ഓരോ വർഷവും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നാണ്. അങ്ങനെ ഒരു നിർദ്ദേശം ഇതിലെവിടെയെങ്കിലും കാണുന്നുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാപകമാകുന്നതോടുകൂടി ഉണ്ടായേക്കാവുന്ന തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങളുണ്ട്. അത് എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പരാമർശിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള തൊഴിൽ സാധ്യതകൾ പാർലമെൻറ്റിൽ ഇത്രയും ദിവസങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഉത്തരങ്ങളിൽ തന്നെ ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്നുണ്ട്. വിവിധ തസ്തികകളിൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ നികത്താതെ കിടക്കുന്നു, വേക്കൻ്റായി കിടക്കുന്നു. അത് നികത്തുന്നതിന് എന്തെങ്കിലും പരിപാടിയുണ്ടോ? സ്ഥിരം നിയമനങ്ങളെക്കുറിച്ച് മിണ്ടുന്നേയില്ല. ഈ ബഡ്ജറ്റിലൂടെ തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു പുതിയ ടെക്നോളജി അവതരിപ്പിക്കുകയാണ്. ആ പുതിയ സിദ്ധാന്തം എന്തെന്ന് ചോദിച്ചാൽ അത് ഇൻസെൻറ്റീവും ഇൻറ്റേൺഷിപ്പുമാണ്. യഥാർത്ഥത്തിൽ 5000 രൂപയ്ക്ക് കോർപ്പറേറ്റുകളിൽ കമ്പനികളിൽ പുതിയ ചെറുപ്പക്കാർക്ക് കുറച്ച് ഇൻറ്റേൺഷിപ്പായി ജോലി കൊടുക്കുമെന്നാണ്. ഇൻറ്റേൺഷിപ്പ് എന്താ? ഇൻറ്റേൺഷിപ്പ് ട്രെയിനി ഈ പേരിലൊക്കെ നടക്കുന്ന കൊള്ള എന്താ? ചൂഷണം. യഥാർത്ഥത്തിൽ തുച്ഛമായ പൈസയ്ക്ക് ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ കോർപ്പറേറ്റുകൾക്ക് അടിമപ്പണി ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഏർപ്പാടാണിത്. ഇതാണോ യഥാർത്ഥത്തിൽ ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത്? തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാവോ? എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിച്ച തൊഴിൽ വിഭവം സൃഷ്ടിക്കണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം എന്ന കാഴ്ചപ്പാടിന് പൂരകമാണോ?
അനുകൂലമാണോ ഇത്? അവർ അല്ല, പറയട്ടെ. അതിൽ ശ്രീ റഹീം, സ്ഥിരം തൊഴിലിന് പകരമല്ലല്ലോ. രാജ്യത്തിന് 1 വേണ്ടത്. കോടി ആളുകൾ ഒരു വർഷം ഇന്റേൺഷിപ്പിന് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ അർഹരാവുന്നത് വഴി അവർ സ്കിൽഡ് ആവുകയും അവർക്ക് അവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് പ്ലേസ്മെന്റിനുള്ള സാഹചര്യം തുറക്കുകയും ചെയ്യുകയാണല്ലോ. ഒരിടത്തും പണിയില്ലാത്തതിനേക്കാളും ബെറ്ററായ സാഹചര്യമാണല്ലോ അത്. പിന്നീട് തൊഴിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ MSME സെക്ടറിനെ സംബന്ധിച്ചുള്ള ട്രസ്റ്റ്, അതുപോലെ തന്നെ വിവിധ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് ജോലി നൽകിയാൽ ആദ്യത്തെ മാസത്തെ സാലറി 15,000 രൂപ വരെ സർക്കാർ കൊടുക്കുന്നു, EPF വിഹിതം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു, തുടങ്ങി തൊഴിൽ സംബന്ധിച്ച്, അതായത് ജോബ് ക്രിയേറ്റർക്ക് ഒരു ശ്വാസം വിടാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഫോർമൽ സെക്ടറിന് കഴിയുന്ന വിധത്തിലുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. നമ്മുടെ വിഷയം മുഖ്യമായും അതല്ല, താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, മുഖ്യമായും അതല്ല, ഞാനത് പറഞ്ഞു പോകണമെന്നുള്ളതുകൊണ്ട് പറഞ്ഞു പോയത്. ഞാനത് പറഞ്ഞു തന്നെ പോകാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങ് പറയുന്ന പോലെ ശരിയല്ലത്. അതായത് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു പ്രശ്നമല്ല. നിങ്ങൾ നോക്കൂ, 5,000 രൂപയുടെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി ഏത് കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ, ഇന്ത്യയിലെ ഏത് ഉൾഗ്രാമത്തിൽ നിന്ന് എവിടെ വന്നാണ് ജോലി ചെയ്യേണ്ടത്? ഇന്ത്യയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെല്ലാം ഇൻറ്റേൺഷിപ്പായി ജോലി ചെയ്യുന്ന എന്തായാലും വർക്ക് ഫ്രം ഹോം ആയിരിക്കില്ലല്ലോ. ഇൻറ്റേൺഷിപ്പായി ജോലി ചെയ്യുന്നത് കോർപ്പറേറ്റ് ഹൗസിൽ വന്ന് ജോലി ചെയ്യണമല്ലോ, ഒരു ഓഫീസ് സ്പേസിലായിരിക്കുമല്ലോ ജോലി ചെയ്യേണ്ട. ആ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന ഇൻറ്റേൺഷിപ്പ് ഇന്ത്യയിലെ ഏത് മെട്രോ നഗരങ്ങളിലാണല്ലോ കോർപ്പറേറ്റുകളിൽ. ഏതെങ്കിലും മെട്രോ നഗരത്തിലാണ് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ 5,000 രൂപയ്ക്ക് എത്ര ദിവസം കഴിഞ്ഞു പോകാൻ പറ്റും അഭിലാഷേ? മാതൃഭൂമി ഡൽഹിയിലും ബാംഗ്ലൂരിലൊക്കെ ജോലി എടുക്കുന്നവർക്ക് 5,000 രൂപ എടുത്തിട്ട് പോയി ജോലി ചെയ്യാൻ പറഞ്ഞാൽ ജോലി ചെയ്യോ? സ്പെഷ്യൽ അലവൻസ് നടക്കാത്ത കാര്യമല്ലേ? അസാധ്യമായൊരു കാര്യത്തെ വെറുതെ വരച്ചു വെക്കുകയാണ് ഇവിടെ. അതാണ് ഒരു കാര്യം. അതുകൊണ്ട് അഡ്രസ് ചെയ്യുന്നത്. 2, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തെ, ജീവിത ചെലവ് വരികയാണ്, ഇന്ധനവില വർദ്ധിക്കുകയാണ്. ഇവിടെ പണപ്പെരുപ്പത്തെ, വിലക്കയറ്റത്തെ, തൊഴിലില്ലായ്മ, ഈ 2 പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യും. എന്താകും ഇത്? ഞാൻ പറഞ്ഞാൽ മാത്രമല്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഇതിന് സമാനമായി വേറൊരു സൈന്യത്തിലെ ഇൻറ്റേൺഷിപ്പാണല്ലോ ഇവർ ഈ പറയുന്ന അഗ്നിവീർ. ആ അഗ്നിവീർ തന്നെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചടിയാക്കി മാറ്റിയെന്ന് ഉത്തർപ്രദേശിലെ ഇവരുടെ തന്നെ റിവ്യൂ റിപ്പോർട്ട് കണ്ടെത്തിയതല്ലേ? കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ തിരിച്ചടിയായി എന്ന് കണ്ടെത്തിയതല്ലേ? രാജ്യത്ത് തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഈ 2 എവിൾസിനെ, ഈ 2 പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഫലപ്രദമായ ഒന്നും, കണ്ണിൽ പൊടിയിടല്ലാതെ ഫലപ്രദമായ ഒന്നും ബഡ്ജറ്റിലില്ല. നമ്പർ 1. നമ്പർ 2, കേരളത്തോടുള്ള അവഗണന. സന്ദീപ് വാര്യരെല്ലാം പറയാൻ വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. അല്ല, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ബഡ്ജറ്റ് വരട്ടെ, ബഡ്ജറ്റ് വരുമ്പോൾ കണ്ടോളൂ എന്നെല്ലാമല്ലേ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇതാ കേരളം മാറാൻ പോകുന്നു, കേരളത്തോടുള്ള ഞങ്ങളുടെ സമീപനം മാറാൻ പോകുന്നു. സമീപനം മാറിയോ? ഏതെങ്കിലും തരത്തിൽ മാറിയോ? ശരി, ഈ ബഡ്ജറ്റിൽ എന്താണ് നിങ്ങൾ കേരളത്തിന് നൽകിയത്? എന്താണ് നൽകിയത്? അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ സമ്മതിക്കണം, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്ക് നിങ്ങളുടെ ഡൽഹിയിൽ ഒരു റോളുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ടത് കേരളത്തിലെ BJP നേതൃത്വത്തിന് കേന്ദ്രത്തിൽ റോളുമില്ല സമ്മതിക്കണം. ഇല്ലെങ്കിൽ മൂന്നാമത്തൊരു കാര്യം, കേരളത്തെ കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കേരളത്തോടുള്ള ഞങ്ങളുടെ സമീപനം ഇങ്ങനെ തുടരുകയുള്ളൂ എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് അഭിപ്രായമുണ്ട്. ഈ മൂന്നിലൊരു കാര്യം നിങ്ങൾ സമ്മതിക്കണം. ശരി, അതാണ് CPM-ന്റെ പോയിന്റ്. ഓക്കെ, ശ്രീ അബിൻ വർക്കി, കോൺഗ്രസ് രാഷ്ട്രീയമായി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കസേര സംരക്ഷിക്കാനുള്ള ബജറ്റ് എന്ന് രാഹുൽ ഗാന്ധി തന്നെ പരിഹസിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ 2 സംസ്ഥാനങ്ങൾക്ക് അധികമായി ഊന്നലും കേരളം, തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് തീരെ പരിഗണനയില്ലായ്മയും എന്നൊരു പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് ഈ പറഞ്ഞതുപോലെ മൊത്തം ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ വിവിധ പദ്ധതികളുണ്ട്, ആ പദ്ധതികളുടെയൊക്കെ ആനുപാതികമായ ഷെയർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടൂലേ എന്ന നിലയിൽ മനസ്സിലാക്കിയാൽ മതിയോ? ശ്രീ അഭിലാഷ്, ഇത് രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്ററി ആണ് എന്നുള്ള കോൺഗ്രസിൻ്റെ വാദഗതി ഞാനിവിടെ ഒരിക്കൽ കൂടി ഉയർത്തുകയാണ്. 2025 ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഈ 2024 ഇങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാലേ ഈ സർക്കാരിന് സാധിക്കുകയുള്ളൂ എന്ന രാഷ്ട്രീയ ആവശ്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മറ്റതിഥികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒന്ന് തൊഴിലില്ലായ്മ. ചരിത്രത്തിലെ ഏറ്റവും വലിയ റേറ്റ് 9.2% ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് CMAയുടെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് വരുന്നുണ്ട്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇപ്പോൾ നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞു. ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയത് കൊണ്ട് ഒരു തൊഴിലുണ്ടാകുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ തൊഴിലുണ്ടാക്കാൻ വേണ്ടി ഈ ബഡ്ജറ്റിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി 2,
കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എടുത്ത് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചാൽ അത് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാകും എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ, അതിപ്പോൾ ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണെങ്കിലും ശരി, അത് ഈ 5000 രൂപ ഇന്റേൺഷിപ്പിന് പ്രൈസ് കൊടുക്കുന്നതായാലും ശരി, അതൊക്കെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നതാണെന്ന് നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ്. പക്ഷേ എന്താണ് തൊഴിൽ ഉണ്ടാക്കാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് ഈ ബഡ്ജറ്റ് പരാജയമാണ്. ഇനി 2, ഇൻഫ്ലേഷൻ റേറ്റ്. ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫുഡ് ഇൻഫ്ലേഷൻ റേറ്റിലാണ് ഇപ്പോൾ ഇന്ത്യ എത്തി നിൽക്കുന്നത്. ആ ഇൻഫ്ലേഷൻ റേറ്റിനെ പരിഹരിക്കുവാനുള്ള, ഫുഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഉൾപ്പെടെ ഈ രാജ്യത്തെ പണപ്പെരുപ്പത്തെ പരിഹരിക്കാനുള്ള എന്ത് നടപടിയാണ് ഈ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ബഡ്ജറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇനി 3, അഗ്രികൾച്ചർ മേഖലയിൽ, അതായത് കൃഷിയിൽ ഇപ്പോൾ MSP പോലുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു ഉറപ്പ് കർഷകർ എന്നെന്നും ആവശ്യപ്പെടുന്നതാണ്. ഈ ബഡ്ജറ്റിന് മുമ്പ് പലകുറി ആവശ്യപ്പെട്ടതാണ്. കൃഷിയുടെ അലോക്കേഷൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് കുറച്ചതല്ലാതെ MSP പോലുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്നതാണ്. 4, എഡ്യൂക്കേഷൻ സെക്ടറിൽ, അതായത് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് മാത്രം പറഞ്ഞു പോകുമ്പോൾ പ്രൈമറി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ ഇവിടെ ഇപ്പോൾ മുദ്രാ ലോൺ കൊടുക്കുമെന്നും ലോണുകൾ അധികം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഈ ലോണുകൾ അടയ്ക്കാതിരിക്കാൻ പറ്റി കടക്കണിയിൽ നിൽക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അവരെന്ത് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ കർഷക വായ്പ വീണ്ടും വീണ്ടും കൊടുക്കുമെന്ന് പറയുന്നു. ഈ കർഷക വായ്പ അടയ്ക്കാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. കൃത്യമായി കർഷക വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് വീണ്ടും അടയ്ക്കാനുള്ള സൗകര്യം ഇപ്പോൾ തന്നെ ബാങ്കുകൾ ഒരുക്കുന്നുണ്ട്. അതിനിപ്പോൾ ഒരു ബഡ്ജറ്റ് അലോക്കേഷന്റെ ആവശ്യമില്ലല്ലോ. കൃത്യമായി എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കുന്നവർക്ക് വീണ്ടും എഡ്യൂക്കേഷൻ ലോൺ കിട്ടാനുള്ള മാർഗമുണ്ട്. അതിനും വീണ്ടും ഒരു ബഡ്ജറ്റ് അലോക്കേഷന്റെ കാര്യമില്ലല്ലോ. കൃത്യമായ മുദ്രാ ലോൺ അടയ്ക്കുന്നവർക്ക് വീണ്ടും ലോൺ കിട്ടാനുള്ള മാർഗം ഇപ്പോൾ നിലവിലുണ്ട്. അതിനൊരു മുദ്രാ ലോണിന്റെ 20 ലക്ഷമായി ഉയർത്തേണ്ടതല്ലോ. ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന കാർഷിക വായ്പ ആയിക്കൊള്ളട്ടെ, എഡ്യൂക്കേഷൻ ലോൺ ആയിക്കൊള്ളട്ടെ, ബിസിനസ് രംഗത്ത്, ചെറുകിട ബിസിനസ് രംഗത്തെ ലോണുകൾ ആയിക്കൊള്ളട്ടെ, ഇത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തവർക്ക് എന്താണ് ഒരു മാർഗം കൊടുക്കുക എന്നുള്ളിടത്താണ് ഈ ബഡ്ജറ്റിൽ നിന്ന് നമ്മളൊരു പ്രതീക്ഷ വെച്ചത്. അതില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ വളരെ കൃത്യമായുള്ള ഒരു പരിതസ്ഥിതിയിൽ ഇപ്പോൾ BJPയുടെ വക്താവ് പറഞ്ഞു വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ശരി, ബീഹാറിനേക്കാൾ പിന്നോക്കം നിൽക്കുന്ന ഒരുപക്ഷെ ഛത്തീസ്ഗഡോ അല്ലെങ്കിൽ ജാർഖണ്ഡിനോ ഉത്തരാഖണ്ഡിനോ ഒന്നും ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കാതെ ബീഹാറിന് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കുമ്പോൾ അതിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? ആന്ധ്രയ്ക്ക് മാത്രം ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കുമ്പോൾ അതിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? അതുകൊണ്ടാണ് പറയുന്നത് ആന്ധ്രയുടെയും ബീഹാറിന്റെയും രാഷ്ട്രീയ കക്ഷികളുടെ ചില കാരുണ്യം കൊണ്ട് ഈ സർക്കാരിന് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു സ്പെഷ്യൽ അലോക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ പറയട്ടെ, ഇപ്പൊ ഒരു ഒറ്റ കാര്യം കൂടെ, ജഗ്മോഹൻ റെഡ്ഡിയാണ് ഇവിടെ കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ചതെന്ന് പറയുന്നു. ജഗ്മോഹൻ റെഡ്ഡി എല്ലാ കാര്യങ്ങളിലും NDA സർക്കാരിന്റെ കൂടെ ആയിരുന്നല്ലോ. എല്ലാ പ്രധാനപ്പെട്ട ബില്ലുകളിലും NDAക്കൊപ്പമായിരുന്നല്ലോ അവർ നിന്നിരുന്നത്. വോട്ട് ചെയ്തത് NDAക്കൊപ്പമായിരുന്നല്ലോ. പിന്നെ അതിനകത്ത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടില്ല. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വന്നിട്ടില്ല. കേരളം എന്താണോ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അത് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, പ്രിയപ്പെട്ട അഭിലാഷെ, ഒരു ടൂറിസം വകുപ്പ് മന്ത്രി, ഇപ്പൊ നമ്മള് ശ്രീ നരേന്ദ്രമോദിയുടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം കേരളത്തെ കുറിച്ച് പറഞ്ഞത് കേരളം ടൂറിസം ഭൂപടത്തിൽ അങ്ങ് ഉയർന്നു നിൽക്കണം, ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥിതി അത് മികച്ചതാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടൂറിസം വകുപ്പ് മന്ത്രിയെ കേരളത്തിൽ കൊടുത്തു. പ്രിയപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി, അങ്ങിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റിൽ ഈ കേരളത്തിന് വേണ്ടി ഒരു ടൂറിസം പ്രൊജക്ട് പോലും അനുവദിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും വലിയ ദുർബലനായ ഒരു കേന്ദ്രമന്ത്രിയും ദുർബലനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും താങ്കളായി മാറി എന്നുള്ളത് കേരളത്തിലെ BJPയെയും ശ്രീ നരേന്ദ്രമോദിയെ വിശ്വസിച്ച് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങളെയും അപഹസിക്കുന്നതിനും പരിഹസിക്കുന്നതിനും തുല്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിന് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടായിട്ടില്ല. ശരി, തീർച്ചയായും പല വിഷയങ്ങളുണ്ട്. ഡോക്ടർ N. അജിത് കുമാർ, ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സർക്കാരിന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് RBI കഴിഞ്ഞ തവണ സർപ്ലസ് ആയി കൊടുത്തത് 2.11 ലക്ഷം കോടി എന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ തുകയാണ്. അപ്പോൾ 3ാം തവണ അധികാരത്തിലെത്തുന്നു, പ്രഥമ ബജറ്റാണ്. അപ്പോൾ നിർമ്മല സീതാരാമനെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് സിറ്റുവേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് ഒരു കൗതുകമായിരുന്നു. എന്നാൽ വലിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോപ്പുലിസ്റ്റ് എന്ന് പറയാൻ കഴിയുന്ന വമ്പിച്ച പ്രഖ്യാപനങ്ങളൊന്നും ഒരു സെക്ടറിലും ഇല്ല. അതിപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാവട്ടെ, തൊഴിലിന്റെ കാര്യത്തിനാവട്ടെ, അതല്ല ഇനിയിപ്പം മിഡിൽ ക്ലാസിന്റെ ഇൻകം ടാക്സിന്റെ കാര്യത്തിലാവട്ടെ, അങ്ങനെ വൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. അതേസമയം ഈ തൊഴിൽ ഉണ്ടാക്കൽ എന്ന അല്ലെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്ന കാര്യത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു പാക്കേജ് എന്നുള്ളതിനപ്പുറത്ത് വമ്പൻ സംഗതികളൊന്നുമില്ല. എങ്ങനെയാണ് താങ്കൾ ഈ ബജറ്റിനെ ഒന്ന് വളരെ ബ്രീഫായിട്ട് വിലയിരുത്തുക? ഇതിന് 2 ഡയമെൻഷൻസ് ഉണ്ടെന്നാണ് ഞാൻ ആദ്യം പറയണത്.
ആദ്യം അതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കില്ല. പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു 2 വാക്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ സർവൈവൽ ബജറ്റ്. ആദ്യമായിട്ട് ഇതൊരു സർവൈവൽ ബജറ്റാണ്. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ സർവൈവലിന് വേണ്ട ബജറ്റാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഈ സർക്കാർ വീഴും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുമ്പോട്ട് നിൽക്കുന്നത്. അപ്പോൾ പഴയ ആ പ്രതാപം ഇപ്പോൾ ഈ സർക്കാരില്ല. പക്ഷെ ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാനത് സംസാരിക്കുന്നത് ശരിയല്ല. പക്ഷേ ഇതിൻ്റെ ഇക്കണോമിക് പോളിസീസ് നോക്കിയാലും ഇതിൻ്റെ അലൊക്കേഷൻസ് ഒക്കെ നോക്കിയാലും ഈ സർവൈവൽ ബഡ്ജറ്റ് വല്ലാതെ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് ഇതാക്കിയത്. പക്ഷേ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാം. ആദ്യമായിട്ടാണ് ഒരു ബഡ്ജറ്റിൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട് എന്ന് സർക്കാർ സമ്മതിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ എന്തെങ്കിലും ഒരു തൊഴിലില്ലായ്മയുടെ കാര്യം പറഞ്ഞാൽ അതിന് ഒരു തൊഴിലില്ലായ്മ എന്നൊരു വാക്ക്, ഞാനിപ്പോൾ എല്ലാ ബജറ്റും സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. തൊഴിലില്ലായ്മ എന്നൊരു വാക്ക് തന്നെ ബജറ്റിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ എക്കണോമിക് റിവ്യൂവിൽ തന്നെ വന്നു 78 ലക്ഷം തൊഴിലുകൾ എല്ലാ വർഷവും ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ രാജ്യത്തിന് അബദ്ധമായിരിക്കും. മാത്രമല്ല ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിന് BJPക്ക് ഉണ്ടായിരുന്ന ഈ സെറ്റ് ബാക്ക് എന്താണ്? തൊഴിലില്ലായ്മ പ്രശ്നം അവർ കൃത്യതയോടെ അവരത് പരിഹരിക്കാത്തതുകൊണ്ടാണ്. ഇതിപ്പം വലിയ എന്താ പറയുക പ്രോമിസസ് ഒന്നും ഇനി ചിലവാവില്ല. 10 വർഷത്തിന് ശേഷവും ഇപ്പോഴും ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ ഉപയോഗിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇത് വളരെ ക്ലിയർ ആയിരുന്നു. അവിടെയാണ് സാമ്പത്തിക കാര്യങ്ങൾ വളരെ നിഷ്പക്ഷമായി നമുക്ക് നോക്കേണ്ടത്. ആ ഇടത്തെങ്ങനെ എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും തൊഴിലില്ലായ്മ ഓവർകം ചെയ്യാനായിട്ട് ഒരു ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മോദി ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന ഒരു സപ്ലൈ സൈഡ് ഇക്കണോമിക്സാണ്. അപ്പോൾ ഈ സപ്ലൈ സൈഡ് ഇക്കണോമിക്സ് കാരണമാണ് ഇത്രയധികം അവരുടെ GDP ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ സപ്ലൈ സൈഡ് ഇക്കണോമിക്സിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ജോബ്ലെസ് ഗ്രോത്തേ വരുള്ളൂ. ഗ്രോത്ത് ഉണ്ടാവും, ജോബ്ലെസ് ആണ്, ജോബ്സ് ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ അതിപ്പോൾ ഇത്തവണ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ജോബ്സ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഗ്രോത്ത് അല്ല വേണ്ടത്. കാരണം എന്നും നമ്മളെപ്പോഴും പീപ്പിൾ സെൻട്രിക് അല്ല, ഗ്രോത്ത് സെൻട്രിക് ആണ് ബജറ്റ്. എല്ലാ തവണയും നമുക്കറിയാം നമുക്ക് വളർച്ചയ്ക്കാണ് പ്രാധാന്യം. വളർച്ച നേടിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ ആ വളർച്ച നേടുന്ന സമയത്ത് തൊഴിൽ ക്രിയേഷൻ നടന്നില്ല. അതവർ ശരിക്കും ഇത്തവണ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടർ, കാരണം ഈ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ 3-4 വർഷത്തെ സാമ്പത്തിക രംഗം നോക്കിയാൽ സർവീസ് സെക്ടറിൽ ഭയങ്കര പുരോഗതി, അഗ്രികൾച്ചറിലും വിചാരിക്കുന്നത്ര മോശമായിരുന്നില്ല. പക്ഷേ പിന്നോട്ട് വന്നിരിക്കുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. ഏകദേശം 72% നമ്മുടെ MSME യൂണിറ്റ്സ് കോവിഡിൻ്റെ സമയത്ത് പൂട്ടി. അപ്പോൾ അതിനെ ഒന്ന് റിവൈവ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ 2 കോടി ജനങ്ങൾക്ക് 2 കോടി യൂത്തിന് തൊഴിൽ നൽകാൻ പറ്റുമെന്നുള്ള ഒരു സ്കീമായിട്ടാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. ടു സം എക്സ്റ്റെൻറ്റ് സക്സീഡ് ചെയ്താൽ നന്നായിരിക്കും. പക്ഷേ എങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു? കാരണം ഇങ്ങനത്തെ ഒരു സ്കീം ഇതുവരെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അതിലാണ് എനിക്കൊരു സംശയം. തീർച്ചയായും നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി ചർച്ച ചെയ്യാം. മാത്രമല്ല ഈ ഉയർന്ന വിമർശനങ്ങൾക്കൊക്കെ സന്ദീപ് വാര്യർക്ക് കൃത്യമായി മറുപടി പറയാനുണ്ട്. അതിനു മുമ്പ് ഷിറഹീം ഇപ്പോൾ പോകുമല്ലോ, അതിനു മുമ്പ് പോകുന്നതുകൊണ്ട് ഷിറഹീം കഴിഞ്ഞ 2024 ഫെബ്രുവരിയിലെ ബജറ്റ് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ബജറ്റാണ്. കാരണം 400 പാറുമായിട്ട് അധികാരത്തിൽ തിരിച്ചെത്താൻ പോവുകയാണ്. പോപ്പുലിസ്റ്റായി ഒന്നും ഉണ്ടായില്ല. കിസാൻ സമ്മാൻ നിധി ഇരട്ടിയാക്കുമെന്നൊക്കെ വിചാരിച്ചെങ്കിൽ ഒരു തരത്തിലും ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ ഇപ്പോൾ സർക്കാരിന്റെ നയസമീപനങ്ങളിൽ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടോ? ജനങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യണം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് എന്നുള്ള നിലയിൽ ഈ ബജറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മെസ്സേജുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താ കോമൺ പീപ്പിളിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? അത് വിലക്കയറ്റമാണ്. ജനങ്ങളുടെ ജീവിത ചെലവ് ഉയരുന്നു എന്നുള്ളതാണ്. അത് വരുമാനം കുറയുന്നു, ജീവിത ചെലവ് ഉയരുന്നു. വരുമാനം കുറയാനുള്ള കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ശ്രീ അജിത് കുമാർ, അത് ജോബ്ലെസ് ഗ്രോത്താണ്. GDPയിൽ വളർച്ചയുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. സാമ്പത്തിക വളർച്ചയ്ക്ക് നിദാനമായി തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. തൊഴിലില്ലെങ്കിലോ വരുമാനമില്ല. ഇനി ഉള്ള തൊഴിലോ അണ്ടർ എംപ്ലോയ്മെൻ്റാണ്. നമ്മളെപ്പോഴും എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായി അൺഎംപ്ലോയ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. പൂർണ്ണമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. ഇനി അണ്ടർ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. എന്താ അണ്ടർ എംപ്ലോയ്മെൻറ്റ്? അർഹിക്കുന്ന നമ്മുടെ ബിരുദത്തിനനുസൃതമായി ശമ്പളമില്ല. എനിക്ക് ജോലി ഉണ്ടാകും, അതൊരു കോൺട്രാക്ട് ലേബറിങ് ആയിരിക്കും. വളരെ തുച്ഛമായ പൈസയ്ക്ക് ഞാൻ ജോലി എടുക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വർക്ക് കൾച്ചറാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് മാത്രം, അൺഎംപ്ലോയ്മെൻറ്റിനേക്കാൾ ഭീകരമാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്.
ഉയർന്ന ബിരുദമുള്ളവർ തുച്ഛമായ ശമ്പളത്തിന് ജോലി എടുക്കേണ്ടി വരുന്ന പ്രതിഭാസമാണത്. ഈ പ്രതിഭാസം ഇന്ന് രാജ്യത്ത് സജീവമായിട്ടുണ്ട്. ആ ചെറിയ ശമ്പളത്തിന് ജോലിയെടുക്കുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിത ചെലവ് അനുദിനം വർദ്ധിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മൊബൈൽ താരിഫിൻ്റെ ഉൾപ്പെടെ വർധനവ് നിങ്ങൾ നോക്കൂ. ഈ ബഡ്ജറ്റിൻ്റെ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായ ഒരു മനുഷ്യൻ്റെ ജീവിത ചെലവ് എത്ര വർദ്ധിച്ചിട്ടുണ്ടാവും? ഓരോ ദിവസവും പെട്രോളിൻ്റെ, ഡീസലിൻ്റെ, പാചകവാതകത്തിൻ്റെ വില ഉയരുമ്പോൾ ഒരാളുടെ ജീവിത ചെലവ് ഉയരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൊബൈൽ താരിഫ് അവൻ്റെ ജീവിത ചെലവ് ഉയർത്തുന്നു. ഇതിനോടനുബന്ധമായി ഭക്ഷണത്തിൻ്റെ, മറ്റ് സാധനങ്ങളുടെ ജീവിത ചെലവ് എല്ലാ അർത്ഥത്തിലും, യാത്ര എല്ലാ അർത്ഥത്തിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടോ? എന്തെങ്കിലും ഒരു കൺട്രോൾ? മരുന്നിൽ ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടോ? എവിടെയെങ്കിലും ഒരിടത്ത് നമ്മുടെ ഫ്ലൈറ്റ് യാത്രാ ചിലവ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, നമ്മുടെ മൊബൈൽ താരിഫിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാം ഡീറെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് വ്യത്യസ്ത സ്ഥാപനങ്ങളിലോ വ്യത്യസ്ത മേഖലകളിലോ ഒരു നിയന്ത്രണമില്ല. പെട്രോൾ പ്രൈസ് ഗവൺമെൻറ്റിന് നിയന്ത്രണമുണ്ടോ? ഇതൊന്നും ഇല്ലാത്തടത്തുള്ള കാലം. അങ്ങ് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്. അങ്ങ് ചോദിച്ചൊരു പോളിസി ഷിഫ്റ്റ് കാണുന്നുണ്ടോ എന്നാണ്. ഇല്ല. സാധാരണ ജനങ്ങളെ കണ്ടുകൊണ്ട് ഇലക്ഷനിൽ നിന്ന് പാഠം പഠിച്ച് ഒരു പോളിസി ഷിഫ്റ്റ് ആയിരുന്നുവെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ ഗവൺമെൻറ്റിൻ്റെ ന്യായമായ നിയന്ത്രണം കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുമായിരുന്നു. നമ്പർ 2, നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം ഞാൻ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ റബ്ബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, റബ്ബർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ റബ്ബറിൻ്റെ വിലയെ സംബന്ധിച്ച് വെച്ചിട്ട് ഒരു ബിഷപ്പിൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ഓർമ്മയുണ്ടല്ലോ. കേരളത്തിലെ ഒരു വശത്ത് മാതാവിന് കുരിശ് ഉണ്ടാക്കി കൊടുക്കുന്നു, കിരീടം ഉണ്ടാക്കി കൊടുക്കുന്നു, ഒരു ക്രിസ്ത്യൻ അപ്പീസ്മെൻറ്റ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യൻ എന്നതിനപ്പുറത്ത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും കർഷകരുടെ പാർട്ടിയാണ് ഞങ്ങളുടെ എന്ന് പറയാൻ ശ്രമിക്കുന്നു. എന്താ നിങ്ങൾ കേരളത്തിലെ കർഷകർ കൊടുത്തത്? റബ്ബർ, ഈ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട റബ്ബർ കർഷകരുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യം എന്താണ്? കേരളത്തിൻ്റെ പൊതുവായ പാക്കേജിനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞാൻ പറഞ്ഞു, അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചു, അഭിനവർക്ക് പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചില്ല. കർഷകരുടെ കാര്യം മൊത്തത്തിൽ ആസ് എ ഹോൾ പരിഗണിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ അങ്ങനെ കർഷകരുടെ കാര്യം പരിഗണിച്ചു എന്ന് പറയുമ്പോഴും എങ്ങും പരിഗണിച്ചിട്ടില്ല, യഥാർത്ഥ വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല. സമരമുദ്രാവാക്യങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. വീണ്ടും സംയുക്ത കിസാൻ മോർച്ച സമരത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യമില്ല, അതിൽ നിങ്ങൾക്ക് തർക്ക വിഷയമുണ്ട്. പക്ഷേ അവകാശവാദത്തിന് വേണ്ടിയെങ്കിലും കേരളത്തിലെ റബ്ബർ കർഷകർ കേരളത്തിൻ്റെ എക്കോണമിയെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. ഈ റബ്ബർ കർഷകർക്ക് വേണ്ടി ന്യായമായ എന്തെങ്കിലും ഒരു കാര്യം ബഡ്ജറ്റിലുണ്ടോ? എന്താ ഇല്ലാത്തത്? അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷമാണ്? ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ പക്ഷമാണ്. നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് ഇളവ് ചെയ്യുന്നു. അതിനാനുപാതികമായി ഈ രാജ്യത്തെ ഏതെങ്കിലും സാധാരണക്കാരുടെ വേറൊന്നുണ്ട്, ലോണിൻ്റെ സാധാരണക്കാരന് എടുക്കാൻ നിർബന്ധിതമാകുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായ കാര്യം, സാധാരണക്കാരൻ്റെ ജീവിത ചെലവ്, ഞാൻ ഒരു കാര്യത്തിലൊന്നും പറയുന്നില്ല, ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരൻ്റെ ജീവിത ചെലവിനെ കുറയ്ക്കുന്ന, അവന് ആശ്വാസമാകുന്ന എന്ത് പ്രഖ്യാപനമാണ്, എന്ത് പദ്ധതിയാണുള്ളത്? അങ്ങ് പറഞ്ഞു കുറേ കാലമായി റൂട്ട് മാപ്പാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റൂട്ട് മാപ്പ് ശരി, പറയാനൊക്കെ എളുപ്പമാണ്. റൂട്ട് മാപ്പ് എന്ന പദമൊക്കെ ഒരു ഭംഗിയുണ്ട്. റൂട്ട് മാപ്പ് ശരി. ആ റൂട്ട് മാപ്പിൽ എന്താണ് നിങ്ങൾ ഈ പറയുന്നതിൽ നിങ്ങളുടെ സമീപനം എന്താണ്? നിങ്ങളത് പറ. ഇപ്പം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇനി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള വിഷയമേ ഇതല്ല. നമ്മളിന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം കോൺട്രാക്ച്വലൈസേഷനാണ്. അത് ഏതുവരെ പോയെന്ന് പറഞ്ഞാൽ സൈന്യത്തിൽ പോലും കോൺട്രാക്ട് വൽക്കരിക്കാമെന്നായി. സൈന്യത്തിൽ പോലും ഇൻറ്റേൺഷിപ്പും ഇൻസെൻറ്റീവും എല്ലാം കൊടുത്ത് ഒരു താൽക്കാലികമായൊരു സംവിധാനമാക്കാമെന്നായി. അതല്ലല്ലോ വേണ്ടത്. രാജ്യത്ത് അഭ്യസ്ത വിദ്യരുടെ എണ്ണം വർദ്ധിക്കുന്നു. ആ അഭ്യസ്ത വിദ്യരുടെ എണ്ണത്തിന് ആനുപാതികമായി അവർക്ക് ഇന്ത്യയിൽ ജോലി കൊടുക്കാനാകുന്നില്ല. നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ഇളവുകൾ കൊടുക്കുന്നു, കോർപ്പറേറ്റുകൾക്ക് ലാൻഡ് കൊടുക്കുന്നു, ആ കോർപ്പറേറ്റുകളെ കൊണ്ടുവരുന്നു. അവിടെ അവർ എത്രയാണ് കൊടുക്കുന്ന ശമ്പളമെന്ന്, അവിടുത്തെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? അവിടുത്തെ ശമ്പളം വെച്ച് എങ്ങനെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരൻ ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടോ? എത്ര പേർക്കാണ് ഒരു മൈനർ വിഭാഗത്തിന് മാത്രമാണ് ആകർഷകമെന്ന് നമുക്ക് പറയാവുന്ന ശമ്പളമുള്ളത്? ആ ആകർഷകമായ ശമ്പളം പോലും ഇന്നത്തെ ഇന്ത്യയിലെ ജീവിത ചെലവിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മെട്രോപൊളിറ്റൻ നഗരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ നമ്മൾ മെച്ചപ്പെട്ട ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ഇന്ന് ജീവിക്കാൻ, നല്ല നിലയിൽ ജീവിക്കാൻ സാധിക്കും? മെച്ചപ്പെട്ട ശമ്പളം വാങ്ങുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. താഴ്ന്ന ശമ്പളം വാങ്ങുന്ന ആളുടെ അൺഎംപ്ലോയ്മെൻ്റ് കാര്യമല്ല, മെച്ചപ്പെട്ട ശമ്പളം വാങ്ങുന്ന ഒരാളുടെ കാര്യം എടുക്കുക. കുറച്ച് പേരാണ്, അവർക്ക് ജീവിക്കാനാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ നയത്തിൽ മാറ്റം വരുത്തുന്നില്ല. നിങ്ങൾ രാജ്യത്തെ ഭീകരമായ തൊഴിലില്ലായ്മ എല്ലാ മേഖലകളിലും, നിങ്ങൾ എന്തിനാണ് തസ്തിക നികത്താതിരിക്കുന്നത്?
ഈ BJP ഉണ്ടാകുന്നതിന് മുമ്പ് രാജ്യത്തുള്ള തസ്തികകളില്ലേ കാലം ഇത്രയുമായിട്ട് ഈ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ, രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകളിൽ, രാജ്യത്തെ വ്യത്യസ്ത ഓഫീസുകളിൽ, വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ, സൈന്യത്തിൽ, യൂണിഫോം സർവീസ്, BSF, അതുപോലെ CASF പോലുള്ള മേഖലകളിൽ എല്ലായിടത്തും ഒഴിവല്ലേ? ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ നമ്മൾ കണ്ടില്ലേ, പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി പരിശോധിച്ചപ്പോൾ പാർലമെന്റിലെ സെക്യൂരിറ്റി സ്റ്റാഫ് പോലും നൂറുകണക്കിന് സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ ഒഴിവ് വർഷങ്ങളായി നികത്താതിട്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ പാർലമെന്റ് മുതൽ ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഇങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ തസ്തികകളൊന്നും നിങ്ങൾ നികത്താതെ എങ്ങനെയാണ്, എപ്രകാരമാണ് നിങ്ങൾക്ക് രാജ്യത്തെ തൊഴിലില്ലായ്മയെ ഫലപ്രദമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയുക? അതിന് നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ഞങ്ങൾ സബ്സിഡി കൊടുക്കുന്നു, അവിടെ നിങ്ങൾ 5000 രൂപയ്ക്ക്, ഞാൻ ശ്രീ സന്ദീപ് വാര്യരോട് ഞാൻ ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് 5000 രൂപയ്ക്ക് ഒരു ദിവസം അദ്ദേഹത്തിന് എവിടെ ജോലി ചെയ്യാൻ പറ്റും? ഒരു 5000 രൂപ അദ്ദേഹത്തിൻ്റെ എത്ര ദിവസത്തെ ചിലവിന് വേണ്ടി അദ്ദേഹം ഒന്ന് പറയട്ടെ ചർച്ചയിൽ. അദ്ദേഹത്തിന് പേഴ്സണലി 5000 അതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. ശരി, ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ, ഈ പ്രധാനപ്പെട്ട പ്രശ്നം ചില സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ എന്നുള്ള വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ ബജറ്റിന്റെ ഊന്നലായി തന്നെ ധനമന്ത്രി വിശദീകരിച്ച ആദ്യത്തെ കാര്യങ്ങളിൽ തന്നെ ഈ എംപ്ലോയ്മെന്റ് ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തിരിച്ചടിയാകാൻ ഇടയായ കാരണം എന്നുള്ള മട്ടിൽ വിലയിരുത്തൽ വിദഗ്ധന്മാർ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. അത് ഇൻഫ്ലേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ്, തൊഴിലില്ലായ്മ അടക്കമുള്ള കാര്യങ്ങളാണ്. അത് അഡ്രസ് ചെയ്യാൻ കോൺക്രീറ്റായി എന്താണ് ഉള്ളത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അഭിലാഷ്, കുറച്ച് സമയം അധികം തരണം. കാരണം ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് പലതും ഈ പടർപ്പിൽ തല്ലുന്ന പരിപാടിയായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ആക്ഷേപം ആയിട്ട് തോന്നിയതുമില്ല. എന്നാലും അവർ സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറയാൻ ആഗ്രഹിക്കണം. പ്രത്യേകിച്ച് റഹീം പറഞ്ഞ ചില കാര്യങ്ങൾ. റഹീം എനിക്ക് തോന്നുന്നത് പാർലമെന്റിൽ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ ബജറ്റ് TV-യിൽ കാണുക പോലും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഈ യുവാക്കൾക്കുള്ള പരിപാടിയുടെ 15000 രൂപ കൊടുക്കുന്ന പരിപാടിയുടെ കുറിച്ച് അദ്ദേഹം ഇപ്പം സൂചിപ്പിച്ചത്. ഇത് വാസ്തവത്തിൽ ആദ്യത്തെ ശമ്പളം സർക്കാർ കൊടുത്ത് കൈ കഴുകുന്ന പരിപാടിയല്ല. ഇത് സർക്കാർ ജോലിക്ക് പോകുന്ന ആദ്യമായി ജോലിക്ക് പോകുന്ന ആൾക്ക് 15000 രൂപ 3 തവണയായി കൊടുക്കുന്നതിനൊപ്പം തന്നെ എംപ്ലോയർക്കും കൊടുക്കുന്നുണ്ട്, എംപ്ലോയർക്കും സബ്സിഡി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ എംപ്ലോയർക്ക് കൂടുതലായിട്ട് പുതിയ ആളുകളെ ജോലിക്ക് വെക്കാനുള്ള പ്രോത്സാഹനം നൽകാൻ വേണ്ടിയുള്ള ഒരു സ്കീമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. 2, ശമ്പളത്തിന് ഇത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എംപ്ലോയർ ശമ്പളം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. എംപ്ലോയർക്ക് ശമ്പളം കൊടുക്കുക, അതിന് പുറമേ കിട്ടുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് തൊഴിലില്ലാത്ത യുവാക്കൾക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന പൈസ മാത്രമാണത്. അതിനർത്ഥം എംപ്ലോയർ ശമ്പളം കൊടുക്കണ്ട എന്നുള്ളതല്ല. ഇത് ശമ്പളത്തിന് പുറമെ സർക്കാർ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ്. അത് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, ഇത് കൊടുക്കുന്ന ഈ 15000 രൂപ ഒരു ശമ്പളമായിട്ട് പരിഗണിച്ച് കൊടുക്കുന്നതിൽ 5000 3 മാസമായിട്ടാണ് കൊടുക്കുന്നത്. 5000 ആദ്യത്തെ മാസം കൊടുക്കും. പിന്നീട് ഒരു ടെസ്റ്റ് എഴുതണം. ആ ടെസ്റ്റ് സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചുള്ള ടെസ്റ്റാണ്, ഓൺലൈൻ ടെസ്റ്റാണ്. അത് എഴുതി കഴിഞ്ഞാൽ വീണ്ടും 5000 രൂപ കിട്ടും, വീണ്ടും 5000 രൂപ കിട്ടും. അതേസമയം 12 മാസത്തിനുള്ളിൽ ഈ ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്ന് എംപ്ലോയർ നീക്കുകയാണെങ്കിൽ എംപ്ലോയർക്ക് കൊടുക്കുന്ന സബ്സിഡി തിരിച്ചടയ്ക്കാൻ എംപ്ലോയർ ബാധ്യസ്ഥനാവുകയും ചെയ്യുന്നുണ്ട്. അതായത് തൊഴിൽ ഉറപ്പുവരുത്തുകയാണ്. ഈ ചെറുപ്പക്കാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്ന ഒരു പരിപാടി കൂടി തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പുതുതായി ഇവിടെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പുതുതായിട്ടൊരു ജോലി കിട്ടാൻ, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ വലിയ പ്രയാസമുള്ള സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക്, വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയ ചെറുപ്പക്കാർക്ക് ജോലി നൽകാൻ വേണ്ടി തൊഴിൽ ദാതാക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, ഒരു സബ്സിഡിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാതെയാണ് റഹീം 5000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. 5000 രൂപ മറ്റൊന്ന് അല്ല, ആ സ്കീമിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ സ്കീമിൽ സ്വാഭാവികമായിട്ടും എംപ്ലോയർക്ക് കൂടുതൽ കൊടുക്കാം. 1 ലക്ഷം രൂപ വരെയുള്ള ആളുകൾക്ക് മുഴുവൻ. താങ്കൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ പാക്കേജ് എന്നുള്ള നിലയിൽ പറഞ്ഞ തൊഴിൽ പദ്ധതിയെ കുറിച്ച്. റഹീം പറഞ്ഞത് ഈ 500 തെരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ 1 കോടി യുവജനങ്ങൾക്ക് 1 വർഷം ഇന്റേൺഷിപ്പിന് അവസരം കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ ബജറ്റിൽ. അതേക്കുറിച്ചാണ് റഹീം പറഞ്ഞത്. താങ്കൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ജോബ് സ്കീമിനെ കുറിച്ചും. അല്ല, ഇന്ന് ധനകാര്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം, ഈ പദ്ധതികൾ കൊണ്ട്, പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ കൊണ്ട് സ്വാഭാവികമായിട്ടും 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, തൊഴിൽദാതാക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു പ്രേരണ ലഭിക്കും. 2, ഇങ്ങനെ തൊഴിൽ കിട്ടുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സ്കിൽ ഡെവലപ്മെന്റ് ആവും, അവർ എക്സ്പീരിയൻസ്ഡ് ആവുകയാണ്, അവർക്ക് കൂടുതൽ നല്ല തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്
കൊടുക്കാനുള്ള തൊഴിൽദാതാക്കൾക്കുള്ള പ്രേരണ കൂടും, 2 തൊഴിൽ കിട്ടുന്നവർക്ക് എക്സ്പീരിയൻസ് കൂടും, അവർക്കൊരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയും ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. വലിയ തോതിൽ ഇത് രാജ്യത്ത് സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2, ഇവിടെ റഹീമും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചൊരു കാര്യം ആന്ധ്രയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, YSRCP നേരത്തെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് സഹായിക്കാമായിരുന്നല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. YSRCP ഒരിക്കലും NDAയുടെ ഒഫീഷ്യൽ ഭാഗമായിരുന്നില്ല. പക്ഷേ YSRCPയും TDPയും തമ്മിൽ ഈ തലസ്ഥാനം സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. YSRCPക്ക് വിശാഖപട്ടണം വേണമെന്നും അമരാവതി എന്ന് പറയുന്ന പുതിയ നഗരത്തിന് ചന്ദ്രബാബു നായിഡുവിന്റെ കാലത്ത് അവിടെ തറക്കല്ലിടുകയും പ്രവൃത്തി ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. അപ്പോൾ വലിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഹൈദരാബാദ് തലസ്ഥാനമായിട്ടുള്ള കാലാവധി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ആന്ധ്രയ്ക്ക് തലസ്ഥാനമില്ലാത്ത അവസ്ഥ ഇപ്പോൾ വന്നു. അതിന് കാരണമായത് അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നമാണ്. അതിന് BJPക്ക് ഉത്തരവാദിത്തമില്ല. അവിടുത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രചരണ വിഷയവും ഹൈദരാബാദ് വേണോ അമരാവതി വേണോ എന്നുള്ളതായിരുന്നു. ജനങ്ങൾ അമരാവതി മതി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രബാബുവിന് വോട്ട് ചെയ്തു. സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ താല്പര്യം കൂടിയാണ് പുതിയൊരു നഗരം ഡെവലപ്പ് ചെയ്ത് വരണം. അതിനുവേണ്ടി അവിടെ പണം നീക്കി വെച്ചിട്ടുണ്ട്. അത് ഭരണഘടനാപരമായി ആന്ധ്രയ്ക്ക് കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. മറ്റൊന്ന്, ബീഹാറിനാവട്ടെ മറ്റൊരു സംസ്ഥാനത്തിന് സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ചിട്ടില്ല. അവിടെ ചില പദ്ധതികൾ, പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പദ്ധതികൾ ആ സംസ്ഥാനത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഗണിച്ചിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, ബീഹാറിന് സ്പെഷ്യൽ പാക്കേജ് നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നില്ലേ? നിങ്ങളെ മുന്നണി പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ബീഹാറിന് മാത്രമായിട്ട് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുമായിരുന്നില്ലേ? അപ്പം ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളവിടെ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ മറ്റൊന്ന്, ഈ 2 കൂട്ടരും പറഞ്ഞത് സാധാരണക്കാരെ സംബന്ധിച്ച പല കാര്യങ്ങളും. റഹീം പറഞ്ഞു മരുന്നിന്റെ വില കുറയ്ക്കാൻ വല്ല കാര്യവും ചെയ്തിട്ടുണ്ടോ? എയർ ട്രാവലിംഗുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചു. അദ്ദേഹത്തിന് ജൻ ഔഷധിയെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ജൻ ഔഷധി പദ്ധതി തുടങ്ങിയിട്ട് കാലം എത്രയായി? ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ 5000-ഉം 10000-ഉം മരുന്നിന് പ്രതിമാസം കൊടുക്കേണ്ടിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2000-നും 3000-നും മരുന്ന് വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഉഡാൻ സ്കീം പ്രകാരം രാജ്യത്ത് നിരവധിയായിട്ടുള്ള പുതിയ എയർപോർട്ടുകളിലേക്ക് ഉഡാൻ സ്കീം പ്രകാരം 1000-ൽ താഴെയാണ് ഫ്ലൈറ്റ് ചാർജുള്ളത്, ടിക്കറ്റ് ചാർജുള്ളത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഏകദേശം 1.5 കോടി ഇന്ത്യക്കാർ പുതുതായിട്ട് വിമാനയാത്ര തുടങ്ങി. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിൽ വരുമ്പോൾ 10-70 എയർപോർട്ടായി നിന്ന് 150ഓളം എയർപോർട്ടായി ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഈ 2 കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം മറച്ചു വെക്കണം. മറ്റൊന്ന്, റബ്ബറിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെയാണ് റബ്ബറിന്റെ ഇറക്കുമതി തീരെ ഉയർത്തിയത്. അത് അദ്ദേഹം കാണാതെ പോയതാണോ? പിന്നെ ഓരോ കാര്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിന്റെ കാര്യങ്ങളോ വെവ്വേറെ പറയുന്ന രീതി ഇപ്പൊ ബജറ്റിൽ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബജറ്റ് പൂർണ്ണമായ കോപ്പിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബജറ്റിൽ ഏതൊക്കെ പദ്ധതികൾ ചൂണ്ടിക്കാണിക്കേ. ഞാൻ പറയട്ടെ, അഭിലാഷ് താങ്കൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ. ഇല്ല അഭിലാഷ്, ഇവിടെ BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഇപ്പോൾ ഗുജറാത്തിൽ ഇത്രയും കൂടുതൽ വികസന പദ്ധതി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ചില സ്പെഷ്യൽ പാക്കേജ് സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷൻ ആവശ്യമുള്ള ചില സ്ഥലങ്ങൾ പ്രഖ്യാപിച്ചതിലപ്പുറം ബാക്കിയെല്ലാം വിപുലമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ വ്യാവസായിക ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 100ഓളം വ്യാവസായിക ഇടനാഴികൾ വരുന്നതിൽ 12 അടിയന്തരമായിട്ട് വരികയാണ്. അപ്പോൾ വലിയ തോതിൽ രാജ്യത്തെ റൂറൽ എക്കണോമിയെ അടക്കം സ്വാധീനിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒരേ സമയത്ത് തൊഴിലില്ലാത്തതിനെ കുറിച്ച് ആകുലതപ്പെടുകയും കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിനെ കുറിച്ചിട്ട് അതെന്തോ വലിയ മോശമായി എന്ന് പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്താ ചെയ്യാൻ സാധിക്കുന്നത്? കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് രാജ്യത്ത് കൂടുതൽ നിക്ഷേപം കൊണ്ടുവന്ന് രാജ്യത്ത് നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാമാന്യ ബോധമുള്ള എല്ലാ സർക്കാരുകളും ചെയ്യേണ്ടത്. നിങ്ങൾ ഉള്ള നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ തൊഴിലുടമകളെ തന്നെ ഇവിടുന്ന് ഓടിപ്പിക്കുന്ന സർക്കാർ എവിടെ ഭരിക്കുന്നത്? നിങ്ങളുടെ സംസ്ഥാന സർക്കാർ 7 വർഷമായി പിണറായി വിജയൻ ഭരിക്കുന്നു. രാജ്യത്ത് വന്നിട്ടുള്ള FDIയിൽ എത്ര ശതമാനമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ രാജ്യത്ത് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ വലിയ പരാജയമാണ്. ഇവിടെ ഫോറിൻ കമ്പനീസിന്റെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചത് ഒരു സെക്കൻഡ് ഒന്ന് പൂർത്തിയാക്കട്ടെ. ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ എത്ര കോർപ്പറേറ്റ് ടാക്സ്? 25%, 15%. ഇവിടെ ഇപ്പോഴും 35%. എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് നിക്ഷേപം വരിക? നമ്മൾ ആനുപാതികമായിട്ടുള്ള രീതിയിൽ ഇല്ലെങ്കിൽ പോലും ഒരു കുറവ് വരുത്തണ്ടേ? അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന നിക്ഷേപം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകില്ലേ? ഈ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന ബ്രസീൽ, റഷ്യ, ഇന്ത്യ, അതുപോലെ തന്നെ ചൈന, നമ്മുടെ സൗത്ത് ആഫ്രിക്ക, നിങ്ങൾ ഇവിടെ എല്ലാമുള്ള ഈ ബ്രിക്സ് രാജ്യങ്ങളിലെ കോർപ്പറേറ്റ് ടാക്സ് നിങ്ങൾ പരിശോധിക്കുക. ഇന്ത്യയിലാണ് ഇപ്പോഴും ഏറ്റവും അധികം ഉള്ളത്. നേരത്തെ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള
നിക്ഷേപകരുടെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും വിദേശ നിക്ഷേപകരുടെ കോർപ്പറേറ്റ് ടാക്സ് ഉയർന്നതായിരുന്നു. അപ്പൊ അത് തമ്മിലെങ്കിലും ഒരു അനുപാതം വേണ്ടേ? അപ്പൊ ഈ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുന്ന വാസ്തവത്തിൽ രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാവാനാണ്, നിക്ഷേപം വരാനാണെന്ന് സാമാന്യ യുക്തിയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഈ ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരായിട്ട് പറയും. പിന്നെ അദ്ദേഹം 5000 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നിങ്ങൾ ബാക്കിയുള്ള മുതലാളിമാരെ കുറിച്ച് വിട്. കേരളത്തിലെ ചില മുതലാളിമാർ നടത്തുന്ന വലിയ വലിയ ഷോപ്പിംഗ് മാളുകളുണ്ടല്ലോ കേരളത്തിൽ, അവിടെ ഇപ്പോഴും 5000 രൂപയ്ക്ക് പണിയെടുക്കുന്ന, പ്രതിമാസം പണിയെടുക്കുന്ന നിരവധി ചെറുപ്പക്കാർ ഈ കേരളത്തിലുണ്ട്. റഹീമെ, നിങ്ങൾ DYFIക്ക് വേണ്ടി കൊടി പിടിച്ചിട്ടുണ്ട്. എറണാകുളത്തെ എടപ്പള്ളിയുള്ള വലിയ മാളുണ്ടല്ലോ, നിങ്ങൾ അതിനുള്ളിൽ കയറിയിട്ട് ചെറുപ്പക്കാർക്ക് കിട്ടുന്ന പൈസ എത്ര എന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ട് മറുപടി പറയും. ശരി, ഓക്കെ, അതാണ് BJP വിശദീകരണം. ശ്രീ അബിൻ വർക്കി, ഇവിടെ ഇപ്പോൾ BJPയുടെ ഐഡിയോളജിക്കലായ പൊസിഷൻ ഇപ്പോൾ കോർപ്പറേറ്റ് ഫോറിൻ കമ്പനികളുടെ കോർപ്പറേറ്റ് ടാക്സ് 40% നിന്ന് 35% കുറച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ബജറ്റുകളിൽ ഇവിടെയുള്ള കോർപ്പറേറ്റുകളുടെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിരുന്നു. അതേസമയം ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ച് കാര്യമായ ആശ്വാസമൊന്നുമില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ സ്കീമിലുള്ള ആളുകളുടേത് 75,000 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു 7,500 രൂപയുടെ ആനുകൂല്യം മാക്സിമം ടാക്സ് കൊടുക്കുന്ന, അല്ലെങ്കിൽ 15 ലക്ഷത്തിന് മുകളിൽ ടാക്സ് കൊടുക്കുന്ന ആ സ്ലാബിൽപ്പെട്ടവർക്ക് ഉണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ വലിയ തോതിലുള്ള ഇളവുകളോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചില്ല, കോർപ്പറേറ്റ് സെക്ടറിനെ സംബന്ധിച്ച് അവർക്കും അങ്ങനെ തുള്ളിച്ചാടാൻ മാത്രമുള്ള വലിയ കാര്യങ്ങളില്ല. അപ്പോൾ ഇതൊരു സാമ്പത്തിക അച്ചടക്കം ലക്ഷ്യമാക്കിയുള്ള ഫിസ്ക്കൽ പ്രൂഡൻസ് എന്നോ അല്ലെങ്കിൽ ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ വലിയ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു ബജറ്റാണോ? ഒരിക്കലുമല്ല. ഇതിനകത്തൊരു പ്രശ്നം, അദ്ദേഹം ഈ ബീഹാറിന് സ്പെഷ്യൽ പാക്കേജ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തോ അതിന് മുമ്പോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ബീഹാറിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പാക്കേജ് അല്ലെങ്കിൽ സ്പെഷ്യൽ പാക്കേജ് എന്ന് ഞാൻ പറഞ്ഞത് ഇത്രയധികം വലിയ ഫണ്ട് അനുവദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ബീഹാർ ഒരു പിന്നോക്ക സംസ്ഥാനമായതുകൊണ്ടാണ് അത് അനുവദിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിലും പിന്നോക്കം നിൽക്കുന്ന ജാർഖണ്ഡ് ആയിക്കൊള്ളട്ടെ, ഛത്തീസ്ഗഡ് ആയിക്കൊള്ളട്ടെ, ഉത്തരാഖണ്ഡ് ആയിക്കൊള്ളട്ടെ, അവർക്കൊന്നും ഈ ഫണ്ട് കിട്ടാതെ വരുമ്പോൾ എന്തുകൊണ്ട് ബീഹാറിന് മാത്രം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങളുടെ സർക്കാരിന് തുടരാനുള്ള ഒരു തുടുവിദ്യ മാത്രമാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് തന്നെ, ഇപ്പോൾ അദ്ദേഹം വളരെ വാരിക്കോരി ഇൻസെൻറ്റീവ് സ്കീമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ 30ാമത്തെ പേജിൽ എങ്ങനെ തൊഴിലില്ലായ്മ പരിഹരിക്കാമെന്നുള്ള പേജിൽ വളരെ കൃത്യമായി കൊടുത്ത ഒരു കാര്യമാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യവുമാണ് ഈ എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവിൻ്റെ സ്കീമുകളും അതുപോലെ തന്നെ ഈ എംപ്ലോയർക്ക് കൊടുക്കുന്ന ഫണ്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായൊരു ഗ്രാഹ്യമുണ്ടായിരുന്നു. പക്ഷേ ആ പേജിൽ തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. എങ്ങനെ തൊഴിലുണ്ടാക്കാം എന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. എങ്ങനെ കൂടുതൽ സ്ത്രീകൾക്ക്, അത് അംഗനവാടിയിൽ കൂടുതൽ ജോലിക്കാരെ നിയമിക്കാം, അല്ലെങ്കിൽ ആശാ വർക്കർമാരെ 2500 മുകളിൽ പോപ്പുലേഷനുള്ള സ്ഥലത്ത് ഒരു ആശാ വർക്കറെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് നിയമിക്കണം, അങ്ങനെ കുറേ കൂടെ തൊഴിലവസരം ഉണ്ടാക്കാം. അപ്പോൾ ഈ തൊഴിലവസരങ്ങൾ എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച വളരെ കൃത്യമായൊരു പിക്ചറും ആ 30ാമത്തെ പേജിലും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി ഏതെങ്കിലും ഭാഗം മാത്രം കണ്ട് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ കോപ്പി അടിക്കുന്ന നേരത്ത് അത് വ്യക്തമായി പഠിച്ചത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആളുകളോട് അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ കൃത്യമായൊരു ഉപദേശം അവരൊക്കെ തരുമായിരുന്നു. അപ്പോൾ പിന്നെ ഇവർ പറയുന്ന ഉറപ്പുകൾ, നമ്മൾ എങ്ങനെ ഈ ഉറപ്പുകളെ വിശ്വസിക്കും? ശ്രീ അഭിലാഷ്, 10 കൊല്ലം കൊണ്ട് ഇവർ പറഞ്ഞത് എന്താ? 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കപ്പെടും, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇല്ലായ്മ ഉള്ളൊരു സ്ഥലമാക്കി, അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷിതത്വമുള്ളൊരു സ്ഥലമാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അത് നടന്നിട്ടില്ല എന്നുള്ളിടത്താണ് അടുത്ത 5 കൊല്ലം കൊണ്ട് 4 കോടി തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് നമുക്ക് വിശ്വാസമില്ലാതാകുന്നത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി 2 ഇൻഫ്ലേഷനെ സംബന്ധിച്ച വിഷയങ്ങളിൽ കൃത്യമായ മറുപടിയില്ല. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഇവിടെ എഡ്യൂക്കേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ, ഇവരിപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ കുറേയേറെ പണം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. സ്കോളർഷിപ്പുകൾ മുഴുവൻ വെട്ടിക്കുറച്ചു, ലോണുകൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്നാണ്, ഇവിടുത്തെ സാധാരണ വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പുകൾ മൊത്തമാകെ വെട്ടിക്കുറച്ചു, എന്നിട്ട് ലോണുകൾ കൊടുക്കുമെന്ന് പറയുന്നു. ഇപ്പൊ ആ ലോണുകളിൽ ഇപ്പോൾ അഭിലാഷിനോടൊരു കാര്യം, ഇപ്പൊ 10 ലക്ഷമോ 15 ലക്ഷമോ ഇവിടെ ലോൺ കൊടുത്ത് ഇവിടെ പഠിക്കുന്നതാണോ, അതേ ഒരു 20 ലക്ഷം രൂപ ലോൺ എടുത്ത് വിദേശത്ത് പഠിച്ച് പാർട്ട് ടൈം ജോബോടുകൂടി അവിടെ പഠിക്കുന്നതാണോ ഒരു വിദ്യാർത്ഥി ഓപ്റ്റ് ചെയ്യുക? തീർച്ചയായിട്ടും ഈ 20 ലക്ഷം രൂപ എടുത്ത് വിദേശത്ത് പഠിച്ച് അവിടെ പാർട്ട് ടൈം ജോലി എടുത്ത് ആ ലോണുകൾ തിരിച്ചടയ്ക്കാനാണ് ഒരു വിദ്യാർത്ഥി ഓപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലായിക്കൊള്ളട്ടെ, പ്രൈമറി വിദ്യാഭ്യാസത്തിലായിക്കൊള്ളട്ടെ, കൃത്യമായ ഒരു പദ്ധതി നിർവചിക്കാൻ ഈ സർക്കാരിനും ഈ ബഡ്ജറ്റിനും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയറിൽ നിങ്ങൾ ആലോചിച്ച്, ഈ ഏത് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടറിലെ മുൻപത്തേക്കാൾ അലോക്കേഷൻ കുറച്ചു, ഹെൽത്ത് കെയർ സെക്ടറിൽ മുൻപത്തേക്കാൾ അലോക്കേഷൻ കുറച്ചു, കൃഷിയിൽ മുൻപത്തേക്കാൾ അലോക്കേഷൻ കുറച്ചു, ഇവിടെ MSP മുതലായ കാര്യങ്ങളിൽ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല. അതാണ് മൊത്തത്തിൽ കേന്ദ്ര ബഡ്ജറ്റിനെ നമ്മൾ ഇന്ത്യ ഒട്ടാകെ കാണുമ്പോൾ കൃത്യമായി പറയേണ്ടത്. അതാണ്. 2 കേരളത്തിലെ കാര്യം ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ ഒരു കാരണവശാലും കേരളം എന്ന് മിണ്ടില്ല. ഇന്ന് കേന്ദ്ര ബഡ്ജറ്റിലെ നിർമ്മലാ സീതാരാമൻ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാത്തതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യരോ ഇന്നത്തെ BJP നേതാക്കന്മാരോ ആരും ഇവർ പറയുന്നത് അതൊക്കെ കേരളത്തിനുള്ളതാണെന്നാണ്. പക്ഷെ കേരളത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയി പറഞ്ഞാൽ 2 കേന്ദ്രമന്ത്രിമാരെ BJPക്ക് വേണ്ടി കൊടുത്ത, അല്ലെങ്കിൽ BJPയുടെ 2 കേന്ദ്രമന്ത്രിമാരുള്ള കേരളത്തിലേക്ക് എന്താണ് ലഭിച്ചത്? അതാണ് നമ്മുടെ ചോദ്യം. നമുക്കൊരു കീ മാർക്കായിട്ടുള്ള, നമുക്ക് ബീഹാറും അതുപോലെ ആന്ധ്രാപ്രദേശും ഒക്കെ വിടട്ടെ, ഇവർക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു സീറ്റ് കൊടുത്ത തൃശ്ശൂരിന് വേണ്ടി എന്താണ് കൊടുത്തിട്ടുള്ളത്? തൃശ്ശൂരിലെ ടൂറിസം വകുപ്പ് മന്ത്രി കേരളത്തിലെ ഏറ്റവും വലിയ പൊട്ടൻഷ്യലുള്ള മേഖലയിൽ എന്താണ് ഒരു പദ്ധതി? ഇപ്പൊ തൃപ്രയാറും ഗുരുവായൂരും പോലുള്ള വളരെ മികച്ച ടൂറിസം സ്പോട്ടുകളുള്ള തൃശ്ശൂർ മണ്ഡലത്തിലെ ഒരു ടൂറിസം പദ്ധതി, ഒരൊറ്റ ടൂറിസം പദ്ധതി, അതിനെപ്പറ്റി പറയാൻ എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര ബഡ്ജറ്റിന് സാധിക്കാതെ പോയത്? ശ്രീ ജോർജ് കുര്യന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പദ്ധതി, ഞാൻ അതാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇന്നത്തെ BJPയുടെ വക്താക്കൾക്ക് കേരളം എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി ഇവിടെ പറയാൻ പറ്റാതായി പോയതിന്റെ കാരണം കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. നമ്മൾ മുന്നോട്ട് വെച്ച ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അഭിലാഷ്, എയിംസിന്റെ കാര്യം നമ്മൾ മുന്നോട്ട് വെച്ചാണ്, പറഞ്ഞിട്ടില്ല. ശബരി റെയിൽപാത നമ്മൾ മുന്നോട്ട് വെച്ചതാണ്, പറഞ്ഞിട്ടില്ല. റെയിൽവേയുടെ പല വികസനങ്ങൾ, അത് തലശ്ശേരി പോലെ നഞ്ചങ്കോട് പോലുള്ള റെയിൽപാതകളുടെ വികസനം പറഞ്ഞിട്ടില്ല. റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട 5000 കോടി രൂപയുടെ ഒരു എക്സ്ട്രാ പാക്കേജിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു, പറഞ്ഞിട്ടില്ല. കേരളവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊജക്ട് ആദ്യമായി താമര ചിഹ്നത്തിലോട്ടിയത് ഒരു MPയെയും കേന്ദ്രമന്ത്രിയെയും സമ്മാനിച്ചിട്ടും കേരളത്തിന് ഇത്രയേറെ അവഗണനയാണെങ്കിൽ പിന്നെ കേരളത്തിന് നിങ്ങൾ എന്ത് തരും, എന്ത് കിട്ടുമെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും കേരളത്തെ അവഗണിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ തൊഴിലില്ലായ്മയെ, ഇന്ത്യയുടെ സാമ്പത്തിക വിഷയത്തെ അഡ്രസ് ചെയ്യാനുള്ള ഒന്നും ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളതാണ്. ശരി, ഡോക്ടർ അജിത് കുമാർ, താങ്കൾക്ക് അങ്ങനെ ഇത് കേരളത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ കേരളത്തിന് ആനുപാതികമായി കിട്ടേണ്ടത് കിട്ടിയെന്ന ഫീലിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഞാൻ സാമ്പത്തികമായിട്ട് സംസാരിക്കുന്നുള്ളൂ, എനിക്ക് രാഷ്ട്രീയമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് വളരെ ഉയർന്ന തരത്തിലാണ് നമ്മുടെ GST കളക്ഷൻ. ഈ GST കളക്ഷനിൽ നല്ലൊരു പങ്ക് വരുന്നത് കേരളത്തിൽ നിന്നാണ്. അത് നമ്മുടെ ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ അത് കൃത്യമായിട്ടത് പറയുകയും ചെയ്തു. അന്ന് ആ പോയിന്റും അത് റേസ് ചെയ്തപ്പോൾ പറഞ്ഞു, GST കളക്ഷൻ കൂടിയതുകൊണ്ട് കേരളത്തിന് കൂടുതൽ പദ്ധതികളല്ല, പക്ഷേ ഇത്രയധികം പൊട്ടൻഷ്യൽ കേരളം കാണിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ലൊരു പദ്ധതി കേരളത്തിന് കൊടുക്കേണ്ടതല്ലേ എന്ന് ആരും ചിന്തിച്ചു പോകും. അതാണ് ഒന്നാമതൊരു പോയിന്റ്. മാത്രമല്ല, കേരളം മാത്രമല്ല, ഞാൻ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് കണ്ടാൽ സൗത്ത് ഇന്ത്യയിൽ ആന്ധ്ര മാത്രമേ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ളൂ, മറ്റൊന്നും സ്റ്റേറ്റ്സ് ഇല്ല. കർണാടകയെ പറ്റി എന്താ എഴുതിയിട്ടുണ്ട്? തമിഴ്നാടിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? കേരളത്തിനെ കുറിച്ച് ഒന്നുമില്ല. ഈ 3 സംസ്ഥാനങ്ങളെയും ടോട്ടലി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. അതും കൂടി നോക്കണം. ഇത് ആകെ ഒരു ആന്ധ്ര മാത്രമുണ്ട്. സൗത്തിൽ ഇപ്പോൾ ആന്ധ്ര മാത്രമേ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ നോർത്തിൽ പോയാൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, വേർ ആർ യു ഫ്രോം? ഞാൻ കേരളത്തിൽ നിന്നാണ്. മദ്രാസി ഹൈ എന്നായിരുന്നു അടുത്ത ചോദ്യം. അപ്പോൾ ഇന്ന് മദ്രാസി ഹൈ അല്ല, ഇനിയിപ്പോൾ എന്നോട് ചോദിക്കും, എല്ലാവരും ചോദിക്കും ആന്ധ്ര ഹി ഹൈ ആയി. ആ ഒരു ലെവലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ഒരു കാര്യമാണ്. പിന്നെ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ ഒരു കാര്യം പറഞ്ഞു, ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളതല്ല, എന്തുകൊണ്ട് ആന്ധ്രയെക്കുറിച്ചും ബീഹാറിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു, അതാണ് പോയിന്റ്. ഇപ്പം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, വളരെ കഷ്ടപ്പെട്ട 7 സിക്ക് സിസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അവരെ തൊട്ടിട്ടില്ലല്ലോ. അവർക്കെന്തെങ്കിലും ഒരു സ്കീം ഉണ്ടാകുമായിരുന്നില്ലേ? അവർക്കിപ്പോൾ സാധാരണയുള്ള ഒരു സ്കീമൊന്ന് കണ്ടിന്യൂ ചെയ്യാന്നല്ലാതെ ഒരു പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്താണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? 100 more പോസ്റ്റ് ഓഫീസ് ബാങ്ക്സ്, അതായത് സ്മോൾ ഇന്ത്യ പോസ്റ്റ് ബാങ്ക്സ് അവിടെ തുടങ്ങുന്നത്. ഈ ഇന്ത്യ പോസ്റ്റ് ബാങ്ക്സ് അവിടെ തുടങ്ങിയിട്ട് എന്ത് ഡെവലപ്മെൻറ്റാണ് നോർത്ത് ഈസ്റ്റിൽ വരുത്താൻ പോണത്? അപ്പോൾ ഒരുതരം ഒരു കളിയാക്കൽ പോലെയാണ് എനിക്ക് ചിലപ്പോൾ പലപ്പോഴും തോന്നിയിരിക്കുന്നത് ബഡ്ജറ്റ്. ഇങ്ങനെ ഒരു നാട്ടുകാരെ കളിയാക്കരുത്. ഒരു എന്താ പറയുക, 2047 എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം വെറുക്കരുത്. എന്നും നമ്മൾ പറയാറുണ്ട്, ഷോർട്ട് റൺ ലോങ് റൺ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഷോർട്ട് റൺ ഇഗ്നോർ ചെയ്ത് നമ്മുടെ കെയ്ൻസ് എന്നും പറയാം, ഇൻ ദ ലോങ് റൺ വി ആർ ഓൾ ഡെഡ് എന്നാണ് പറയാറ്.
അപ്പോൾ എന്തോ പറഞ്ഞാൽ ഷോർട്ട് റണ്ണിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഷോർട്ട് റണ്ണിനല്ല അറ്റ്ലീസ്റ്റ്. ഇതങ്ങനെയല്ല, ഷോർട്ട് ടേമിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ലോങ് റൺ പ്രോജക്ട്സ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഒരു സാമ്പത്തിക വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒരിക്കലും ഇവിടെ ലോങ് റൺ പ്രോജക്ട്സ് ഇല്ല എന്ന് പറഞ്ഞു. ലോങ് റൺ പ്രോജക്ട്സ് ഉണ്ട്. എല്ലാം ഒരു 4 വർഷം 5 വർഷം എടുക്കും ഇവയൊക്കെ ശരിക്കും ഫ്രൂട്ടിഫൈ ചെയ്യാനായിട്ട്. അത് അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരുടെ സ്ഥിതി എന്താണ്? വാട്ട് ആർ യു ഗോയിങ് ടു ഡു ഫോർ ദ പ്രസൻറ്റ് ജനറേഷൻ? ഇപ്പോഴുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നില്ലേ? പ്രസൻറ്റിനെ ഫ്യൂച്ചറിന് വേണ്ടി പ്രസൻറ്റ് നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഈ ഫ്യൂച്ചറിസ്റ്റിക് അല്ല എന്ന് ഞാൻ ഒരിക്കലും ഡിനൈ ചെയ്യുന്നില്ല. ഈ ബജറ്റ് ഫ്യൂച്ചറിസ്റ്റിക് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഫ്യൂച്ചറിസ്റ്റിക് ഒരു അബ്സല്യൂട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിപ്പോയി. അപ്പോൾ എന്താ പറയുക, അപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനത്തെ ക്രിറ്റിസം വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രിറ്റിസം വരുമ്പോൾ പലപ്പോഴും ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു വിധത്തിലാണ് ഒരു സാമ്പത്തിക ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ നോക്കിയാൽ ആ ഒരു മാക്രോ എക്കണോമിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ്, എന്നാൽ മൈക്രോ വേരിയബിൾസുള്ള അവർക്ക് യാതൊരു പ്രാധാന്യം അങ്ങനെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയത് ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ സന്ദീപ് വാര്യർ, താങ്കൾ ബജറ്റിൽ സംസ്ഥാനങ്ങളെ സ്പെസിഫൈ ചെയ്തൊന്നും പറയാറില്ലല്ലോ, അങ്ങനെ ഒരു പതിവില്ലല്ലോ, ഒന്ന് നേരത്തെ പറയുകയുണ്ടായി. നോക്കൂ, പൂർവോദയ പ്രൊജക്ട്, പൂർവാഞ്ചൽ മേഖലയിലുള്ള സംസ്ഥാനങ്ങളെ എല്ലാം ചേർത്തുള്ള വികസന പദ്ധതി, കൂടാതെ ബീഹാറിലെ ഗയ ആസ്ഥാനമായിട്ടൊരു എക്കണോമിക് സോൺ, ബീഹാറിന് പുതിയൊരു എയർപോർട്ട്, പുതിയൊരു മെഡിക്കൽ കോളേജ്, സംസ്ഥാന സർക്കാർ പറയുന്ന സ്ഥലത്ത്, പാട്ന പൂർണിയ എക്സ്പ്രസ് വേ, ബോധ്ഗയ വൈശാലി എക്സ്പ്രസ് വേ, ഭഗൽപൂർ ബക്സർ എക്സ്പ്രസ് വേ, ഗംഗാ നദിക്ക് കുറുകെ 26,000 കോടി ചെലവിൽ ബക്സറിൽ പാലം, പെർവനിയിൽ 24,000 മെഗാവാട്ട് പവർ പ്ലാന്റ്, 21,000 കോടി അടങ്കലിൽ 11,500 കോടി രൂപ വെള്ളപ്പൊക്കം നേരിടാൻ നാളന്തയെ ടൂറിസം സെന്ററായി അതിന്റെ പഴയകാല ഗതകാല പ്രൗഢി കൂടി കണക്കിലെടുത്ത് മാറ്റുന്നു. സപ്തർഷി കൊറിഡോർ വരും അവിടെ. ഗയ ബോധ്ഗയ റിലീജിയസ് കൊറിഡോർ, ബീഹാർ എന്ന ഒറ്റ സംസ്ഥാനത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോജക്റ്റുകളുടെ കാര്യമാണ്. ഇനി ആന്ധ്രാപ്രദേശിനെടുത്താൽ അമരാവതി പദ്ധതിക്ക് 15,000 കോടി രൂപ. ഈ സാമ്പത്തിക വർഷം 15,000 കോടി റിലീസ് ചെയ്യും. വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ അതിന്റെ ബാക്കിയുള്ള ചെലവുകൾക്ക് ഉള്ള തുക കേന്ദ്ര സർക്കാർ നൽകും. വിശാഖപട്ടണം ഹൈദരാബാദ് ഇൻഡസ്ട്രിയൽ കൊറിഡോർ, രായലസീമയ്ക്കും പ്രകാശത്തിനും നോർത്തേൺ ആന്ധ്രയ്ക്കും വേണ്ടി സ്പെഷ്യൽ ബാക്ക്വേർഡ് ഏരിയാസ് ഫണ്ട് കേന്ദ്രം നൽകും. ചന്ദ്രബാബു നായിഡുവിന്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റായ പൊല്ലാവരം പദ്ധതിക്ക് ഫണ്ട്, ഈ ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ നിയമത്തിലെ മറ്റ് സഹായങ്ങൾ, ഇങ്ങനെ 2 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിന്റെ നീണ്ട പട്ടികയാണ് ഇത് എന്ന് ഓർക്കണം. അപ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് പോലും പരാമർശിച്ചില്ലല്ലോ എന്ന പ്രശ്നം വരുന്നത്. നോക്കൂ, സുരേഷ് ഗോപി എന്ന MP നിങ്ങൾക്ക് തൃശ്ശൂരിൽ, അദ്ദേഹം ടൂറിസത്തിന്റെ മന്ത്രിയല്ലേ. ഇപ്പോൾ ഇവിടെ ഈ ഗയ ബോധ്ഗയ അല്ലെങ്കിൽ നാളന്ദ എന്നൊക്കെ പറയുന്ന പോലെ റിലീജിയസ് കോറിഡോറിന്റെ കാര്യം പറഞ്ഞല്ലോ. തൃശ്ശൂർ ആദ്യമായി BJP ജയിപ്പിച്ച സ്ഥലമല്ലേ? അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ തൃപ്രയാർ അല്ലെങ്കിൽ വടക്കുന്നാഥന്റെ അവിടുന്ന് ഗുരുവായൂരപ്പന്റെ അവിടേക്ക് ഒരു റിലീജിയസ് കോറിഡോർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിൽഗ്രിമേജിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെങ്കിലും ഒരു എന്താ പറയുക, പീനട്സ് എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും ഒരു ചെറിയ സാധനമെങ്കിലും തന്നൂടായിരുന്നോ? അഭിലാഷേ, ഒന്ന് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടൊരു ചിത്രം നിങ്ങളുടെ മുന്നിലുമില്ല. അതിൻ്റെ ഏതൊക്കെ പദ്ധതികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അതിന് മുമ്പാണ് നിങ്ങൾ ഈ തോക്കിൽ കയറി വെടിവെക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളിലൂടെ ഇപ്പം ഈ അഭിലാഷ് പറഞ്ഞതുൾപ്പെടെയുള്ള പദ്ധതികൾ വരില്ല, അല്ലെങ്കിൽ അതിന് പണം അനുവദിക്കില്ല എന്ന് പറയാൻ സാധിക്കുമോ? സ്വാഭാവികമായിട്ടും അത്തരം പദ്ധതികളൊക്കെ വരും. നിങ്ങൾ ഞങ്ങളെ ഒരു സെക്കൻഡ് അഭിലാഷേ, നിങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയം മോശമാണെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറയരുത്. ഞങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പണം അനുവദിക്കണം, ഞങ്ങൾക്ക് വോട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പണം അനുവദിക്കേണ്ട കാര്യം ഈ സംബന്ധിച്ചൊക്കെ നല്ല ധാരണയുണ്ട്, നല്ല രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിൽ എന്ത് കൊണ്ടുവരണം സംബന്ധിച്ച് കൃത്യമായ ധാരണ ഞങ്ങളുണ്ട്. അവിടെ വരാനുള്ള എല്ലാ കാര്യങ്ങളും വരും, അതിലൊരു തർക്കവും വേണ്ട. ചില കാര്യങ്ങൾ ഇവിടെ ഈ മറ്റ് 2 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ പറഞ്ഞതിലുപരിയായിട്ട് സാമ്പത്തിക വിദഗ്ധൻ എന്ന് അവകാശപ്പെട്ടയാൾ വന്നിട്ട് രാഷ്ട്രീയമാണ് പറഞ്ഞത്. അദ്ദേഹം വാസ്തവത്തിൽ ഈ ബജറ്റ് വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. നോർത്ത് ഈസ്റ്റിന് എന്ത് കൊടുത്തു എന്നാണ് ചോദിച്ചത്. സർ, 5,900 കോടി രൂപ നോർത്ത് ഈസ്റ്റിന് മാത്രമായിട്ട് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് എന്നൊരു ഒറ്റ ഇതിൽ മാത്രം ഹെഡിൽ മാത്രം 5,900 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് പുറമെ രാജ്യത്തെ ക്യാപെക്സ് ഇൻവെസ്റ്റ്മെന്റിൽ നോർത്ത് ഈസ്റ്റിൽ നല്ലൊരു പങ്ക് പോകും. കാരണം നോർത്ത് ഈസ്റ്റിലാണ് ഏറ്റവും കുറവ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മുൻപ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റെല്ലാ സെക്ടറുകളിൽ നിന്നും നോർത്ത് ഈസ്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകും. അതിലെന്താ തർക്കമുള്ളത്? അപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ കുറിച്ച് ഈ ബജറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊരു സാമ്പത്തിക വിദഗ്ധൻ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ വളരെ നിലവാരം കുറഞ്ഞ രീതിയിലാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞത്. പ്രത്യേകിച്ച് കേരളത്തിനൊന്നും നൽകിയിട്ടില്ല. അദ്ദേഹത്തിന് ഈ ബജറ്റിനെ കുറിച്ച് അറിയുമെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നില്ല. ഇവിടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള അഭിനോ അല്ലെങ്കിൽ റഹിമോ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് അവരുടെ വയറ്റിപ്പഴപ്പാണ്, അവരത് അങ്ങനെ പറയൂ. ഈ കേരളത്തിന് മാത്രമാണോ? അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കർണാടകയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, മഹാരാഷ്ട്രയെ കുറിച്ച് പറഞ്ഞിട്ടില്ല.
സർ, ഈ ബജറ്റിൽ എവിടെയും സംസ്ഥാനങ്ങളെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഈ ബീഹാറിൽ പറയുന്ന പ്രൊജക്ടുകളൊക്കെ പ്രൊജക്ട് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ചില പ്രൊജക്ടുകളാണ്. പ്രത്യേക പിന്നോക്ക പ്രദേശങ്ങളായതുകൊണ്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. അതിലപ്പുറം പ്രത്യേകിച്ച് ഒരു കാര്യവും പറഞ്ഞില്ല. ഇപ്പോൾ റെയിൽവേ കുറിച്ച്, റെയിൽവേ എന്നൊരു ഒറ്റ തവണയാണ് പറഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ? റെയിൽവേക്കുള്ള നീക്കിവെപ്പ് കുറവാണ് എന്നാണോ? അല്ല, റെയിൽവേക്ക് കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ പണമാണ് നീക്കി വെച്ചിട്ടുള്ളത്. ഇനി ഓരോ ഞാൻ വായിച്ചു തരാം. നമ്മുടെ ഗതാഗതത്തിന് മാത്രം 5,44,128 കോടി നീക്കി വെച്ചിട്ടുണ്ട്. ഡിഫൻസിന് 4,54,000 കോടി. ഞാൻ ഓരോ ഹെഡും വേണമെങ്കിൽ വായിച്ചു തരാം. അല്ല, വേണ്ട. അപ്പോ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് വലിയ മറുപടി അല്ല. ഇപ്പൊ ആരുടെ കയ്യിലും ഡേറ്റ ഇല്ല എന്നുള്ളതുകൊണ്ട്. അല്ല, ഒരു സെക്കൻഡ് അഭിലാഷ്, ഒരു സെക്കൻഡ്. നിങ്ങളുടെ കയ്യിലും ഡേറ്റ ഇല്ല. നിങ്ങളുടെ കയ്യിലും കൃത്യമായി ഡേറ്റ വരുന്നതേ ഉള്ളൂ. വരാത്തൊരു ഡേറ്റയെ കുറിച്ച് വന്നിങ്ങോട്ട് തള്ളരുത്. അതാണ് പറയാനുള്ളത്. ശ്രീ അജിത് കുമാർ, പെട്ടെന്ന് വേണമെങ്കിൽ ഒരു മറുപടി പറയാം. എന്റെ സമയം ഓൾറെഡി കഴിഞ്ഞു. എന്നാലും തീർച്ചയായിട്ടും ഞാൻ ബജറ്റ് വായിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞത് എനിക്ക് ശരിയാ വരണം. അത് പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. ഒരു രാഷ്ട്രീയക്കാരനപ്പം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഉത്തരം മുട്ടുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ 5,900 കോടി കണ്ടില്ലേ? നോർത്ത് ഈസ്റ്റിന് ആകെ 100 പോസ്റ്റ് ഓഫീസാണ് പറയാം. ഇപ്പൊ സാറ് പറഞ്ഞ നോർത്ത് ഈസ്റ്റിന് ആകെ 100 പോസ്റ്റ് ഓഫീസാണ്. 5,900 കോടി രൂപ നോർത്ത് ഈസ്റ്റിന് മാത്രം. അത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. ശരി, ഓക്കെ. 5,900 കോടിയുടെ മാത്രമായി 1,900 കോടി മാറ്റി. നിങ്ങൾ എലൊക്കേഷൻ പറയുന്നുണ്ട്. പെട്ടെന്ന് സാർ, എന്റെ സമയം 5,900 കോടി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? 7 സംസ്ഥാനങ്ങളിൽ 5,900 കോടി മതിയോ? കൃത്യമായിട്ട് ഞാൻ നോക്കിയിട്ട് തന്നെ ഞാൻ പറഞ്ഞത് 5,900 കോടി നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് കുഴപ്പമില്ലേ? വിവാദം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ. സമയം അവസാനിച്ചു. വളരെ നന്ദി. ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ എ റഹീം, ശ്രീ അബിൻ വർക്കി, ഡോക്ടർ അജിത് കുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ ടൈം അവസാനിക്കുന്നു. നമസ്കാരം.